ആ പഴയ കോൺഗ്രസ് എല്ലാം മാറിപ്പോയിരിക്കുന്നു. കോൺഗ്രസ് ഒരിക്കലും തിരുത്തില്ല. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എത്ര ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കോൺഗ്രസും ലീഗും BJPയും എല്ലാം കൂടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 2 ദിവസമായി പത്രത്തിൽ കാണുന്നത് എന്താണ്? കോൺഗ്രസ് ജയിച്ചാലും BJP ഭരിക്കുന്നതാണ്. രാത്രി വളരെ പെട്ടെന്ന് കോൺഗ്രസ് BJP ആയിട്ട് പരിണമിക്കുന്ന ചിത്രം കാണുകയാണ്. നമ്മൾ സാധാരണ പറയേണ്ട കൈപ്പത്തിയിൽ താമര വിടരാൻ അധികം ബുദ്ധിമുട്ടില്ല എന്നുള്ളത്. ഒന്ന് മാറ്റി വരച്ചാൽ പെട്ടെന്ന് കൈപ്പത്തി ചിഹ്നം താമരയായിട്ട് മാറും. എന്നാൽ ഒരു ലജ്ജയുമില്ലാതെ കൈപ്പത്തിയെ താമരയാക്കി മാറ്റാൻ മറ്റത്തൂരിൽ ജയിച്ചു വന്ന 8 കോൺഗ്രസ് പ്രതിനിധികൾ കൂട്ടത്തോടെ കൂറുമാറി BJP ആകുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്. കോൺഗ്രസിന് BJP ആയി മാറാൻ നിമിഷങ്ങൾ പോലും ആവശ്യമില്ല. ഗോവ ജയിച്ചത് കോൺഗ്രസ്, ഭരിക്കുന്നത് BJP. നുണയൊന്നും നമുക്ക് വേണ്ട. യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് ഓരോ സഖാവും ഇറങ്ങി ചെന്നില്ല എങ്കിൽ ഇനിയും ജനങ്ങൾ വഞ്ചിക്കപ്പെടും. ഇറങ്ങിക്കോളൂ ഇപ്പം തന്നെ. പോയിട്ട് ഓരോ വീട്ടിലും നമ്മുടെ ആളുകൾക്ക് വോട്ടുണ്ടോയെന്ന് അതിനെ ഇനി ആ സ്ക്വാഡിൽ സഖാവിനെ എന്നെ ഇട്ടിട്ടില്ല. സഖാവേ കേട്ടില്ലേ? അത് വേറെ സ്ക്വാഡാണ്. ഹെൽപ്പ് ഡെസ്കിൽ എന്നെ ചേർത്തിട്ടില്ല സഖാവേ. ഒരു ചേർക്കലും വേണ്ട. അതിനെ കൊണ്ടൊന്നും നാളെ ഒരു പുണ്യവും കിട്ടാനില്ല. ഒരു ഹെൽപ്പ് ഡെസ്കിൽ ശൈല ടീച്ചറെ പേരില്ലാത്തതുകൊണ്ട് ശൈല ടീച്ചർ ആ ഭാഗം തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെയാ കേരളത്തിലും കൂടി മതവർഗീയതയുടെ ആപത്ത് കടന്നു വരാൻ സഹായിക്കുന്ന രീതിയിൽ കോൺഗ്രസ് പെരുമാറിയില്ലേ? ഇപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്ന ഈ സാഹചര്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. വലിയ പോരാട്ടമാണ് മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തകരടക്കം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ ഭരണാധികാരി വർഗത്തിൻ്റെ ജനവിരുദ്ധതക്കും സാമ്രാജ്യത്വ മുതലാളിത്ത ആഗോളവൽക്കരണത്തിനും സ്ത്രീ വിരുദ്ധതക്കുമൊക്കെ എതിരായി നടത്തിയത്, വർഗീയവാദത്തിനെതിരായിട്ട് നടത്തിയത്. നമ്മുടെ ഭരണഘടനയെ അനുശാസിക്കുന്ന ജനാധിപത്യവും മതേതരത്വവും നമ്മുടെ നാട്ടിൽ പുലർന്നാൽ മാത്രമേ സ്ത്രീകൾക്ക് തുല്യമായ പദവി ലഭ്യമാക്കുകയുള്ളൂ. സ്ത്രീ സുരക്ഷ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു വരുമ്പോഴാണ് സ്ത്രീ സമൂഹത്തിൻ്റെ അവകാശങ്ങൾ പുലരുക. അവരെ അംഗീകരിക്കുകയും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്ക് നേരെ, അതിക്രമികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നത്. UDFും BJPയും അവരുടെ ആശയങ്ങൾ കൊണ്ട് തന്നെ സ്ത്രീ വിരുദ്ധരായിട്ട് നിൽക്കുകയാണ്. UDFിലെ കോൺഗ്രസ് നേരത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായിട്ടുള്ളവരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അവരതിൻ്റെ പാരമ്പര്യമൊക്കെ ചിലപ്പോൾ പറയുന്നത് കേൾക്കാം. പക്ഷേ ആ പഴയ കോൺഗ്രസ് എല്ലാം മാറിപ്പോയിരിക്കുന്നു. പഴയ കോൺഗ്രസ്സിന് തന്നെ ഈ രാജ്യം സ്വതന്ത്രയായാൽ ഒരു സോഷ്യലിസ്റ്റ് സമൂഹം ഇവിടെ കെട്ടിപ്പടുക്കണം എന്ന് കോൺഗ്രസിലെ മഹാഭൂരിപക്ഷം പേർക്കും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ദീർഘനാൾ പോരാട്ടം നടത്തിയത് മനുഷ്യൻ്റെ അടിസ്ഥാന ജീവിത ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സാമ്രാജ്യത്വ ഭരണകാലത്തില്ലാഞ്ഞിട്ടാണ്. അതുണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാടുകൾ ശരിയായിരുന്നില്ല എന്ന് ബോധ്യമായി. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിൻ്റെ 78 വർഷം കഴിഞ്ഞിട്ടും ഈ രാജ്യം പരമദരിദ്രരായിട്ടുള്ള മനുഷ്യരുടെ രാജ്യമായി നിൽക്കുന്നത്. കുറേയേറെ വ്യത്യാസം ഈ കേരളത്തിലാണ് ദാരിദ്ര്യം പരിഹരിച്ചതിൽ. സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ 130 രാജ്യങ്ങളെ പട്ടികപ്പെടുത്തിയപ്പോൾ 119 സ്ഥാനത്തോ മറ്റാണ് ഇന്ത്യയുടെ സ്ഥാനം. എന്ന് വെച്ചാൽ സ്ത്രീകൾ ഒട്ടും സുരക്ഷിതരല്ലാത്ത ലോകത്തിലെ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അത് കേരളമല്ല. കേരളത്തിൽ അതിൻ്റെ ഇൻഡെക്സ് എല്ലാം വ്യത്യാസമാണ്. പറഞ്ഞു വരുന്നത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക നയങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെ മൊത്തത്തിൽ മോചിപ്പിക്കുന്നതിന് കാരണമായിട്ടില്ല. ഇന്ത്യയിലെ സ്ത്രീകളുടെ മോചനത്തിനും കാരണമായിട്ടില്ല. കോൺഗ്രസ് ഒരിക്കലും തിരുത്തില്ല. BJP വരാനിടയായത് കോൺഗ്രസിൻ്റെ വികലമായ നയങ്ങൾ കാരണമാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസും BJPയും ഒരേ അടിത്തറയിൽ നിന്ന് വളർന്നു വരുന്നവരാണ്.
അവർ ഒരിക്കലും ജനാധിപത്യത്തിനും സോഷ്യലിസത്തിനും വേണ്ടിയല്ല നിലകൊള്ളുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ വൻകിട ബൂർഷ്വാസികളുടെ ഭരണമായി, സാമ്രാജ്യത്വവുമായി കൂടുതൽ കൂടുതൽ അടുക്കുന്ന ഭരണമായി ഇന്ത്യയുടെ ഭരണം മാറുമായിരുന്നില്ല. മഹാത്മാഗാന്ധിയൊക്കെ ഭയന്നതുപോലെ കോൺഗ്രസ് സമ്പന്നർക്ക് വേണ്ടി, സവർണർക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നതാണ് ഇന്നോളമുള്ള അനുഭവം. ഇപ്പോഴോ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എത്ര ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കോൺഗ്രസും ലീഗും BJPയും എല്ലാം കൂടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കേവലം തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നുള്ളത് കൊണ്ട് അവരുടെ എല്ലാ നയങ്ങൾ ശരിയാകണമെന്നില്ലല്ലോ. ഉത്തർപ്രദേശിൽ BJP ജയിക്കുന്നുണ്ട്. പലപ്പോഴും ബൂത്ത് പിടിച്ചടക്കിയും വോട്ട് വിലക്ക് വാങ്ങിയും നുണകൾ പ്രചരിപ്പിച്ചും ശരിയല്ലാത്ത രീതിയിലാണ് തെരഞ്ഞെടുപ്പിനെ അവർ ഹൈജാക്ക് ചെയ്യുന്നത്. കേരളത്തിൽ മുൻപ് അത്രത്തോളം നടക്കുമായിരുന്നില്ല, ഉണ്ടായിരുന്നു. പക്ഷേ അടുത്ത കാലത്ത് ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്തുമാത്രം അപകടകരമായിട്ടുള്ള കളിയാണ് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും എല്ലാം ഭാഗത്തുനിന്നുണ്ടായത്. അവർ സംസാരിക്കുമ്പോൾ വലിയ മതേതരത്വം പറയും, എല്ലാ മനുഷ്യർക്കും വേണ്ടിയെന്നൊക്കെ പറയും പ്രസംഗിക്കുമ്പോൾ. പക്ഷേ ഇന്ത്യയുടെ മതേതരത്വത്തെ തച്ചു തകർക്കുന്ന രീതിയിൽ കേരളത്തിലും കൂടി മതവർഗീയതയുടെ ആപത്ത് കടന്നു വരാൻ സഹായിക്കുന്ന രീതിയിൽ കോൺഗ്രസ് പെരുമാറിയില്ലേ? മുസ്ലിം ലീഗ് പെരുമാറിയില്ലേ? ഇടതുപക്ഷം അതിൻ്റെ ആശയങ്ങൾ കൈവിട്ടിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും നമ്മൾ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു, കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല മതനിരപേക്ഷ സംസ്ഥാനം. ഇവിടെ പള്ളിയും അമ്പലവും ചർച്ചുമെല്ലാം ഉണ്ടാക്കാം, പ്രാർത്ഥിക്കാം, ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം, ഇഷ്ടമുള്ള രീതിയിൽ വിവാഹം നടത്താം, മരിച്ചാൽ അടക്കുന്ന ചടങ്ങ് അവനവൻ്റെ തൃപ്തിക്കനുസരിച്ചാവാം. പക്ഷേ അത് ജനങ്ങൾ മനസ്സിലാക്കുന്നതിനെ തടയാൻ നുണകളുടെ ഘോഷയാത്രയായിരുന്നു. ഇടതുപക്ഷത്തിനെതിരെ, ഇടതുപക്ഷത്തിലെ മന്ത്രിമാർക്കെതിരെ, നേതാക്കൾക്കെതിരെ. അത് നമുക്ക് പിന്നീട് വിശദമായിട്ട് പരിശോധിക്കാം. പക്ഷേ എന്താ നമ്മൾ കണ്ടത്? നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അത്രത്തോളം വന്നില്ല. പക്ഷെ ഒഴുകിയ പണത്തിൻ്റെ കണക്കും നടത്തിയ നുണപ്രചരണങ്ങളുടെ കണക്കുമെല്ലാം പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷം ശക്തമായി പിടിച്ചു നിന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇപ്പോൾ എല്ലാ കണക്കുകളും പുറത്തു വന്നിരിക്കുക. അതിൽ ചെറിയ വോട്ടുകൾക്കാണ് LDFന് എല്ലാ ജില്ലകളിലും കുറേയേറെ സീറ്റുകളും കുറേയേറെ പഞ്ചായത്തുകളും ഒക്കെ നഷ്ടപ്പെട്ടത്. കണക്കുകളെല്ലാം പുറത്തു വരുമ്പോൾ ശരിയല്ലാത്ത ബാന്ധവം നമ്മൾ കാണുകയാണ്. 2 ദിവസമായി പത്രത്തിൽ കാണുന്നത് എന്താണ്? കോൺഗ്രസ് ജയിച്ചാലും BJP ഭരിക്കുന്നതാണ്. നമ്മൾ സാധാരണ പറയാറുണ്ടായിരുന്നു അത്. അത് കുറച്ച് പേര് വിശ്വസിച്ചെങ്കിലും ചിലരൊന്നും വിശ്വസിച്ചില്ല. അങ്ങനെ വരുമോ? കോൺഗ്രസ് അങ്ങനെ ചെയ്യുമോ? BJPക്കും കൂടി എതിരായിട്ടല്ലേ കോൺഗ്രസ് മത്സരിക്കുന്നത് എന്നൊക്കെ ന്യായം പറഞ്ഞവരുണ്ടായിരുന്നു. നോക്കൂ, എത്ര അപകടകരമായിട്ടുള്ളൊരു റിസൾട്ടാണ് മറ്റത്തൂരിൻ്റെ അനുഭവത്തിലൂടെയും മറ്റൊരുപാട് പഞ്ചായത്തുകളുടെ അനുഭവത്തിലൂടെയും ഉണ്ടായത്. രാത്രി വളരെ പെട്ടെന്ന് കോൺഗ്രസ് BJP ആയിട്ട് പരിണമിക്കുന്ന ചിത്രം കാണുകയാണ്. നമ്മൾ സാധാരണ പറയേണ്ട കൈപ്പത്തിയിൽ താമര വിടരാൻ അധികം ബുദ്ധിമുട്ടില്ല എന്നുള്ളത്. ഒന്ന് മാറ്റി വരച്ചാൽ പെട്ടെന്ന് കൈപ്പത്തി ചിഹ്നം താമരയായിട്ട് മാറും. എന്നാൽ ഒരു ലജ്ജയുമില്ലാതെ കൈപ്പത്തിയെ താമരയാക്കി മാറ്റാൻ മറ്റത്തൂരിൽ ജയിച്ചു വന്ന 8 കോൺഗ്രസ് പ്രതിനിധികൾ കൂട്ടത്തോടെ കൂറുമാറി BJP ആകുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്? ഇതിനെന്താ പറയുക? വളരെ മോശമായിട്ടുള്ള ഒരു അന്തരീക്ഷം. അവിടെ ഒരു പഞ്ചായത്ത് നഷ്ടപ്പെടുന്നതൊന്നുമല്ല. മറ്റത്തൊരു പഞ്ചായത്തിൽ നമുക്ക് 8 സീറ്റുണ്ട്, കോൺഗ്രസിന് 6 സീറ്റുണ്ട്, BJPക്ക് 4 സീറ്റുണ്ട്. ആര് ഭരിക്കണം? തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ ഒറ്റ കക്ഷിയാണ് ഗവൺമെൻറ് ഉണ്ടാക്കാൻ ക്ഷണിക്കുക, ഭരണസമിതി ഉണ്ടാക്കാൻ ക്ഷണിക്കുക. മത്സരിച്ച് കഴിഞ്ഞ് ജയിച്ചാൽ പിന്നെ പഞ്ചായത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല നമ്മൾ സാധാരണ പറയാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ കക്ഷിയാണ് ഭരണസമിതി രൂപീകരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇടതുപക്ഷം സ്വാഭാവികമായിട്ടും അവിടെ അധികാരത്തിൽ വരേണ്ടതാണ്. എന്നാൽ സാധാരണ നാട്ടുമ്പുറത്തൊരു ചൊല്ലുണ്ട്, ചട്ടിയിൽ നിന്ന് ഉണ്ട മറിയുന്നത് പോലെ എന്നൊരു കളിയുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരൊറ്റ മലക്കം മറിച്ചിലിൽ കോൺഗ്രസിൻ്റെ മുഴുവൻ പഞ്ചായത്ത് മെമ്പർമാരും BJP ആയിട്ട് പരിണമിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അത് മറക്കാൻ വേണ്ടി ഇപ്പോൾ കുറേ സാഹസവും ഇടപെടലും ഒക്കെ നടക്കുകയാണ്.
പക്ഷേ ഈ നാട്ടിലെ ജനം അത് കണ്ടു. ജനങ്ങളിത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. അപ്പോൾ കോൺഗ്രസിന് BJP ആയി മാറാൻ നിമിഷങ്ങൾ പോലും ആവശ്യമില്ല. എത്രയോ ഉദാഹരണങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ MLA-മാരുടെ ഒരു കമ്മിറ്റിയുടെ യാത്രയിൽ അരുണാചൽ പ്രദേശിൽ പോയിരുന്നു അടുത്ത കാലത്ത്. അവിടെ ചെല്ലുമ്പോൾ ആ തമാശ, 43 കോൺഗ്രസ് MLA-മാർ അരുണാചലിൽ വിജയിച്ചു വന്നു. 60 സീറ്റോ മറ്റോ അവിടെ ഉള്ളത്, ഭരിക്കാം കോൺഗ്രസ്സുകാർക്ക്. പക്ഷേ 42 ആളുകളും അപ്പം തന്നെ BJP ചേർന്നു. കൂറുമാറ്റത്തിൻ്റെ പ്രശ്നമൊന്നും വരില്ല, ഏറ്റവും കൂടുതൽ ആളുകൾ പോയല്ലോ. ഒരു മനുഷ്യൻ വലിയ കാറ്റ് തട്ടിയിട്ടും അനങ്ങാതെ നിൽക്കുന്നയാൾ ഞങ്ങളെ കാണാൻ വന്നു അവിടെ. അയാൾ പറഞ്ഞു 42 ആളും പോയി കളഞ്ഞു, എന്നെയും വന്ന് കണ്ടു, ഒരുപാട് പണമൊക്കെ തരാമെന്ന് പറഞ്ഞു. പക്ഷെ അതല്ലല്ലോ, അയാൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ലേശം രാഷ്ട്രീയം ബാക്കിയുണ്ട്. അയാൾ കാറ്റ് പിടിച്ചതുപോലെ കാറ്റ് തട്ടാത്തതുപോലെ നിന്നു. ഞങ്ങൾ ആ മനുഷ്യനൊരു ബിഗ് സല്യൂട്ട് കൊടുത്തു, കോൺഗ്രസ്സുകാരന്. കേട്ടില്ലേ? എന്തൊരു പോക്കാണിത്. ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ പലരും പോകാൻ ഇറങ്ങിയതാണ്. പക്ഷെ മീഡിയ അത്ര പ്രചാരണം കൊടുക്കുന്നില്ല. വൻകിട മീഡിയ എവിടെയെങ്കിലും 10 CPM-കാർ കൂട്ടത്തോടെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എത്ര ദിവസത്തെ 9 മണി ചർച്ച നടക്കുമായിരുന്നു. പക്ഷേ ഇത് 9 മണി ചർച്ചയില്ല, പകൽ ചർച്ചയില്ല, കേട്ട മട്ടില്ല. ഗോവ ജയിച്ചത് കോൺഗ്രസ്, ഭരിക്കുന്നത് BJP. കൂട്ടത്തോടെ പോയി കളഞ്ഞില്ലേ? പോണ്ടിച്ചേരി അത് തന്നെ സംഭവിച്ചു. ഞാനെല്ലാം പറയുന്നില്ല. ഈ രാജ്യത്തിൻ്റെ നാനാഭാഗത്തും ജനങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്താൽ BJP ഭരിക്കുമെന്ന സ്ഥിതിയായിരിക്കുന്നു. ഇവിടെ കേരളത്തിലും അത് ആവർത്തിച്ചു എന്നുള്ളത് നമുക്ക് ചെറുതല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കുന്ന കാര്യമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടില്ലെങ്കിലും ഭരണസമിതിയില്ലെങ്കിലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. ഇടതുപക്ഷം ജനങ്ങളുടെ കൂടെ തന്നെയുണ്ട്. പക്ഷെ അതല്ലല്ലോ, കോൺഗ്രസ് ജയിച്ചിട്ട് BJP ഭരിക്കുക എന്നുള്ളത് അതൊരു പ്രത്യേക മെസ്സേജ് അല്ലേ, ഒരു സന്ദേശമല്ലേ? അതുകൊണ്ട് സഖാക്കളെ, നമ്മുടെ ഉത്തരവാദിത്തം വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. തെറ്റിദ്ധരിച്ചു പോകുന്ന മനുഷ്യരെ ശരി പഠിപ്പിക്കുന്നതിന് നുണയൊന്നും നമുക്ക് വേണ്ട. യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് ഓരോ സഖാവും ഇറങ്ങി ചെന്നില്ല എങ്കിൽ ഇനിയും ജനങ്ങൾ വഞ്ചിക്കപ്പെടും. അങ്ങനെ വഞ്ചിക്കപ്പെട്ടാൽ കേരളത്തിൽ ഇന്നുണ്ടാകുന്ന സുരക്ഷ തകിടം മറിയും. ഇന്നുണ്ടാകുന്ന ജനാധിപത്യവും മതേതരത്വവും ഇല്ലാതാകാൻ അത്രയധികം സമയമൊന്നും വേണ്ട എന്നുള്ളതാണ് ഇതെല്ലാം കാണിക്കുന്നത്. അതുകൊണ്ട് ഈ സമ്മേളന ഹാളിലിരിക്കുന്ന പ്രതിനിധി സഖാക്കൾ തുടക്കത്തിൽ തന്നെ ഒരു പ്രതിജ്ഞ എടുക്കുക, മനസ്സുകൊണ്ട്. യഥാർത്ഥ രാഷ്ട്രീയം, സമൂഹത്തിൻ്റെ യഥാർത്ഥ ചിത്രം ജനങ്ങളെ പഠിപ്പിക്കാൻ ഇനിയുള്ള നാളുകളിൽ ഞങ്ങൾ ജനങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന്. അത് ഏതെങ്കിലും ഒരു കൂട്ടമായിട്ടൊരു സ്ക്വാഡിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല. ഓരോ വ്യക്തിയും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ലെങ്കിൽ നാം നേടിയ പലതും നഷ്ടപ്പെടാനിടയാകും. ഇന്ന് നമ്മൾ ഈ സമ്മേളനം നടക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ സാഹചര്യം എന്താണ്, അതും കൂടി നോക്കണ്ടേ നമുക്ക്? ലോകത്തിലുണ്ടാകുന്ന എല്ലാ സംഭവ വികാസങ്ങളും നമ്മളെയും ബാധിക്കും. നാം എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? എന്തിനാണ് നമ്മുടെ പതാകയിൽ ജനാധിപത്യവും സ്ത്രീ സമത്വവും ഒക്കെ നമ്മൾ എഴുതി വച്ചിരിക്കുന്നത്? നമ്മളത് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. എന്താണ് ജനാധിപത്യം? ഡെമോക്രസി മീൻസ് പെർഫെക്റ്റ് ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റിയാണ്. പരിപൂർണ അവസര സമത്വം, അതാണ് ജനാധിപത്യം. ഓരോ മുദ്രാവാക്യം വിളിക്കുമ്പോഴും ആ വിളിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിൽ ഉൾക്കൊണ്ടിട്ട് വിളിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യൻ ഭരണഘടനയിൽ ഡെമോക്രസി എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ ജനതയ്ക്ക് ഡെമോക്രസി കിട്ടുന്നില്ല. ജനിക്കാനുള്ള അവസരം കിട്ടിയാലല്ലേ ബാക്കിയെല്ലാം. ഒന്ന് വൃത്തിയായിട്ട് ജനിക്കുക. എവിടെ ജനിക്കണം? ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ ഒരുപാട് പുരോഗതി പ്രാപിച്ച കാലഘട്ടത്തിൽ അപകട മരണങ്ങൾ, ശിശു മരണങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറിയാണ് നല്ലത്. നമുക്ക് പിന്നീട് പരിശോധിക്കാം. ഈ ലോകത്തിലാകെ കണ്ണോടിച്ചാൽ പാവപ്പെട്ട സ്ത്രീകൾ, എല്ലാവിടെയുള്ള സ്ത്രീകളുടെ അവകാശത്തിനും വേണ്ടിയല്ലേ നമ്മൾ പോരാടുന്നത്. നമ്മൾ ജനാധിപത്യത്തിൻ്റെ ചെറിയ കണികയെങ്കിലും അനുഭവിക്കാൻ കഴിയുന്നവരായാൽ നമ്മുടെ ചിന്ത ഈ ലോകത്തിലെ എല്ലാ സ്ത്രീകളുടെ ജീവിതത്തിലേക്കും, അല്ലേ? എവിടെയോ മനുഷ്യന് മുതുകിൽ ചങ്ങല വീഴുമ്പോൾ, ചാട്ടവാറ് വീഴുമ്പോൾ എൻ്റെ മുതുകത്താണ് കൊള്ളുന്നത് എന്ന് തോന്നുന്നവർക്കല്ലേ ഒരു ശരിയായ രാഷ്ട്രീയ പ്രവർത്തകയായിട്ട് മാറാൻ സാധിക്കുക. അതുകൊണ്ട് ലോകം
ജനാധിപത്യത്തിലേക്കാണോ? സോഷ്യലിസം ഒരു വലിയ ഐഡിയോളജിയാണ്. മുതലാളിത്ത ആഗോളവൽക്കരണത്തിനും മുതലാളിത്തത്തിൻ്റെ ചൂഷണത്തിനും മുതലാളിത്തത്തിൻ്റെ തൊഴിലാളി വിരുദ്ധതക്കും മുതലാളിത്തത്തിൻ്റെ സ്ത്രീ വിരുദ്ധതക്കും ബദൽ എന്താണ് ലോകത്തിലെ ബദൽ? അത് സോഷ്യലിസം അല്ലാതെ മറ്റൊന്നുമല്ല. എന്താണ് സോഷ്യലിസം? ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യരും തുല്യരായിരിക്കുക, എല്ലാവരും തുല്യരായ ഈക്വലായ ഒരു സൊസൈറ്റി. അങ്ങനെ ഒരു സമൂഹത്തിൽ യുദ്ധങ്ങൾ ഉണ്ടാവില്ല, ചതി ഉണ്ടാവില്ല, ആക്രമിച്ച് കൊലപ്പെടുത്തലുണ്ടാവില്ല, നല്ല ഒരു സമൂഹമായിട്ട് മാറും. പക്ഷേ ഈ സമൂഹത്തെ ഇഗാലിറ്റേറിയനാക്കി മാറ്റാൻ നല്ല പരിശ്രമം നടത്തിയാലേ സാധിക്കൂ. മനുഷ്യരുടെ മനസ്സിൽ നന്മയും തിന്മയും ഉണ്ട്. അതിലെ നന്മയെ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. എന്നിട്ട് അവരെ എല്ലാം ഒരുമിച്ച് കൂട്ടി തിന്മക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടത്തിൽ ഏർപ്പെടുക. ഈ ലോകത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മനുഷ്യർ തമ്മിൽ വലിയ കലവിലിയും പോരാട്ടവും ഒക്കെ ഉണ്ടായിരുന്നു. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഒരാവശ്യമില്ലാതെ പടവെട്ടി മരിച്ചു വീണിട്ടുണ്ട്. ആ യുദ്ധങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ചില മനുഷ്യരുടെ മനസ്സിലെ ഈഗോ, ചില മനുഷ്യരുടെ മനസ്സിലെ അത്യാർത്തി, മറ്റുള്ളവരെ സമന്മാരായി കാണാൻ കഴിയാത്ത ക്രൂരമായ മനോഭാവം എല്ലാ കാലത്തും യുദ്ധത്തിലേക്ക് നയിച്ചിട്ടുള്ളത് അതൊക്കെ തന്നെയാണ്. ചിലപ്പോൾ മതത്തിൻ്റെ പേരിലായിരിക്കും, ചിലപ്പോൾ അധികാരത്തിൻ്റെ പേരിലായിരിക്കും. വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി, സുഖലോലുപതയ്ക്ക് വേണ്ടി മറ്റു മനുഷ്യരുടെ പ്രയാസങ്ങൾ കണ്ട് മനസ്സലിയാത്ത രാജാക്കന്മാരും ഇപ്പോഴത്തെ കോർപ്പറേറ്റ് ഭരണാധികാരികളുമെല്ലാം ആ യുദ്ധങ്ങളെല്ലാം തുടരുമ്പോൾ അത്തരത്തിലുള്ള കൊടും യുദ്ധങ്ങളില്ലാത്ത മനുഷ്യർ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരവസ്ഥയാണ് സോഷ്യലിസം എന്ന് ബഹുജനങ്ങളെ നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ? നമ്മളോട് ചോദിച്ചാൽ പറയും എന്താ സോഷ്യലിസം? എല്ലാവർക്കും അധ്വാനിക്കാൻ അവസരമുള്ള, എല്ലാവർക്കും പ്രതിഫലം കിട്ടുന്ന, മനുഷ്യർ തമ്മിൽ പരസ്പര ലഹളകളില്ലാത്ത, മതപരമായ സ്പർദ്ധയില്ലാത്ത ഒരു സമൂഹമാണ് സോഷ്യലിസ്റ്റ് സമൂഹം. അത്തരമൊന്നുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉദാഹരണങ്ങൾ പറയാം നമുക്ക്. ആ സോഷ്യലിസത്തിലേക്ക് നീങ്ങുന്നതിന് പകരം ലോകം ഇന്ന് പൂർണ്ണമായും സോഷ്യലിസത്തിലേക്കല്ല പോകുന്നത്. ലോകത്തിൽ നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും നമ്മൾ ഓരോരുത്തരും നോക്കണം. നമ്മൾ പറയും ലോകം, പല രാജ്യങ്ങളും ഒരു വലതുപക്ഷ വ്യതിയാനത്തിലേക്കാണ്, ഒരു റൈറ്റ് വിങ് ഷിഫ്റ്റ് നിങ്ങളെല്ലാം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഇടതുപക്ഷം മുമ്പേ തകർന്നു എന്നുള്ളതല്ല. 1917 സോവിയറ്റ് റഷ്യയിലെ വിപ്ലവം ഒരു ഇടതുപക്ഷ മാറ്റമായിരുന്നു. കാൾ മാർക്സും എംഗൽസും എല്ലാം പറഞ്ഞ ശാസ്ത്രീയ സോഷ്യലിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ വെളിച്ചത്തിൽ വലിയ തോതിൽ അവിടുത്തെ തൊഴിലാളികളും കർഷകരും ഒക്കെ സംഘടിച്ച് സർ ചക്രവർത്തിമാരുടെ ദുർഭരണം അവസാനിപ്പിച്ച് സോവിയറ്റ് റഷ്യയിൽ ഇടതുഭരണം സ്ഥാപിച്ചു. വെറുതെ നമ്മളങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. ആ ഇടതുഭരണം സ്ഥാപിച്ചിട്ട് ചക്രവർത്തിമാരുടെ ചൂഷണത്തിൽ നിന്ന് മനുഷ്യർ മോചിതരായോ? സോവിയറ്റ് റഷ്യയിലെ വിപ്ലവത്തെക്കുറിച്ച് പഠിക്കണ്ടേ? ജവഹർലാൽ നെഹ്റു അംഗീകരിച്ചിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 47 അതിനും വർഷങ്ങൾക്ക് മുമ്പാണല്ലോ 1917 റഷ്യൻ വിപ്ലവം. അതിന് സന്തോഷിച്ചിട്ടാണ്, അവിടുത്തെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടാണ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ കത്തിൽ പറഞ്ഞത്, നീ ഭാഗ്യവതിയാണ് ഇന്ദു. എന്തുകൊണ്ടാ? നീ ജനിക്കുന്നത് 1917 ആ വർഷമാണ് ലോകത്തിലെ മഹാനായ ഒരു മനുഷ്യസ്നേഹിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ വിഭാഗം ജനങ്ങൾ അവരുടെ അസ്വാതന്ത്ര്യത്തിൻ്റെ കെട്ടുകൾ പൊട്ടിച്ച് മനുഷ്യരായിട്ട് മാറിയത്, അവർക്ക് ഭക്ഷണം കിട്ടിയത്, അവർക്ക് വിദ്യാഭ്യാസം കിട്ടിയത്. ആരായിരുന്നു ആ മഹാനായ മനുഷ്യസ്നേഹി? നിങ്ങൾക്കറിയില്ലേ? ആരാണത്? റഷ്യൻ വിപ്ലവത്തിൻ്റെ നായകൻ വ്ളാഡിമിർ ഇല്യാനോവിച്ച് ലെനിൻ, VI ലെനിൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്. അവിടെ ബോൾഷെവിക് പാർട്ടി എന്ന പേരിൽ ഭൂരിപക്ഷത്തിൻ്റെ പാർട്ടിയായി ഇടതുപക്ഷക്കാരെ സംഘടിപ്പിച്ച് നിരന്തരമായി നടത്തിയ സമരങ്ങൾ. ഒരു ദിവസം രാവിലെ ചെമ്പട പോയി മാർച്ച് ചെയ്ത് ചക്രവർത്തിമാരുടെ പതാക, നമ്മളങ്ങനെ പറയും, ക്രെംലിൻ കൊട്ടാരത്തിൽ നിന്ന് സർ ചക്രവർത്തിമാരുടെ പതാക വലിച്ചു താഴ്ത്തി ചെങ്കൊടി ഉയർത്തി എന്നൊക്കെ പറയും കമ്മ്യൂണിസ്റ്റുകാർ. രാവിലെ ഒരു ദിവസം തോന്നിയിട്ട്, ഒരു ഉൾവിളി തോന്നിയിട്ട് പോയിട്ട് ചെയ്തതല്ല.
പട്ടിണി കിടക്കുന്ന മനുഷ്യരെ സംഘടിപ്പിച്ച് നിരവധി സമരങ്ങളും പോരാട്ടങ്ങളും ഒക്കെ നടത്തി അതിൻ്റെ പരിസമാപ്തിയിൽ ഒരു മാറ്റം ഉണ്ടായേ മതിയാവൂ. മനുഷ്യരെ പോലെ ഈ ഭൂമുഖത്ത് ജീവിച്ച് മരിക്കണമെങ്കിൽ സോഷ്യലിസം വരണം എന്നാഗ്രഹിച്ചിട്ടാണ് ആ ജനത അത് ചെയ്തത്. ഒരുപാട് ആളുകൾക്ക് രക്തസാക്ഷികളൊക്കെ ആകേണ്ടി വന്നിട്ട് ഞാൻ സമയം തികയില്ല, നമുക്കതിലേക്ക് പോകുന്നില്ല. പക്ഷേ അതൊരു വമ്പിച്ച മാറ്റമായിരുന്നു, തകർക്കപ്പെട്ടു. എങ്കിലും ഇപ്പോൾ സോവിയറ്റ് വിപ്ലവം പ്രതിവിപ്ലവം നടത്തി അവിടെ നടന്നു, അവിടെ പരാജയപ്പെട്ടു. സോവിയറ്റ് റഷ്യ സോഷ്യലിസത്തിലേക്കുള്ള പ്രയാണം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ചു. അതിൻ്റെ അനന്തരഫലം ജനം അനുഭവിക്കുകയാണിപ്പോൾ. 4 റിപ്പബ്ലിക്കുകളായിരുന്നു സോവിയറ്റ് റഷ്യയുടെ. വിപ്ലവം നടന്നൊരു 5-10 കൊല്ലം കഴിയുമ്പോൾ തന്നെ സോവിയറ്റ് റിപ്പബ്ലിക്കുകളിൽ എന്തൊരു വലിയ മാറ്റമാണ് ഉണ്ടായത്. ഉക്രൈൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, അർമേനിയ, മോൾഡോവ, ഒന്നും പറയേണ്ട നിരവധി പേരുകൾ. നമ്മളെല്ലാം രാഷ്ട്രീയം പഠിച്ച് വളർന്നു വരുന്ന സമയത്ത് സോവിയറ്റ് റഷ്യയിലെ റിപ്പബ്ലിക്കുകളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം നമ്മെ ആവേശം കൊള്ളിച്ചിരുന്നു. ഞാൻ സ്കൂളിൽ അധ്യാപനം 81-ലാണ് തുടങ്ങിയത്. സ്പുട്നിക് എന്ന് പറഞ്ഞിട്ടൊരു സയൻസ് പ്രസിദ്ധീകരണം വരുമായിരുന്നു റഷ്യയിൽ നിന്ന്. ഇഷ്ടംപോലെ പുസ്തകം വരുമായിരുന്നു റഷ്യയിൽ നിന്ന്. അഴകാർന്ന പേപ്പറിൽ അവിടുത്തെ ശാസ്ത്രീയ മുന്നേറ്റത്തിൻ്റെ ചിത്രങ്ങളും മറ്റും ലേഖനങ്ങളും ഒക്കെ വന്നത് വായിച്ച് പഠിച്ച് കുട്ടികളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. ലോകത്തിലെ മാറ്റം മുഴുവൻ ആളുകളുടെയും പട്ടിണി പരിഹരിച്ചിട്ട് ലോകത്തിലെ പ്രധാനപ്പെട്ട ബഹിരാകാശ ശക്തിയായിട്ട് വളരാൻ റഷ്യക്ക് കഴിഞ്ഞു. ഞാൻ റഷ്യയെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ഉദ്ഘാടനം റഷ്യ മാത്രമായി പോകും. അതെല്ലാം നിങ്ങൾക്കറിയുന്ന കാര്യമാണ്. പക്ഷേ ഇടക്കും തലക്കും കൂട്ടുകാരോടും സുഹൃത്തുക്കളോടും നാട്ടിൻപുറത്ത് നമ്മുടെ മെമ്പർമാരോടൊക്കെ ഇങ്ങനെയൊരു കാലം ഉണ്ടായിരുന്നു. പട്ടിണി മാറിയത്, മനുഷ്യർ സ്ത്രീകൾ അന്തസ്സോടുകൂടി ജീവിച്ചത്, അതിക്രമങ്ങളില്ലാതിരുന്നത്, അത് ഒട്ടും നുണയോ അതിശയോക്തിയല്ലല്ലോ. അത് അട്ടിമറിഞ്ഞപ്പോൾ ഇതേ ഭയങ്കര യുദ്ധം റഷ്യ യുക്രൈനും തമ്മിൽ. USSR ആയിരിക്കുന്ന സമയത്ത് റിപ്പബ്ലിക്കുകൾ തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്നു. കൂട്ടനെ എന്തൊരു ഐക്യമായിരുന്നു ഓരോ റിപ്പബ്ലിക്കും. ആ 2 റിപ്പബ്ലിക്കുകളല്ലേ, ഒന്ന് റഷ്യയും ഒന്ന് ഉക്രൈനുമായിട്ട് വേർതിരിഞ്ഞത്, 2 രാജ്യങ്ങളായത്. അമേരിക്കയുടെ ചൊൽപ്പടിക്ക് 2 പേര് യുദ്ധത്തിനിറങ്ങിയിരിക്കുക. എത്ര ആളുകളുടെ ജീവനാണ് ഹോമിക്കപ്പെട്ടത്. അപ്പോൾ സോഷ്യലിസ്റ്റ് സമൂഹത്തിനകത്ത് ഇതുപോലെ പണത്തിനോടുള്ള വെറിയും യുദ്ധവും ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ അതുകൊണ്ട് തന്നെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഈ ലോകത്തിൽ എവിടെ മുളപൊട്ടിയാലും അതിനെ തച്ചു തകർക്കാൻ സാമ്രാജ്യത്വം ഒരുങ്ങുന്നു. എന്താണ് ഈ സാമ്രാജ്യത്വം? ലോകത്തിലെ മനുഷ്യരാകെ അനുഭവിക്കേണ്ടുന്ന സമ്പത്തുകൾ ഊറ്റിയെടുത്ത് വലിയ ക്യാപിറ്റൽ സ്വരൂപിച്ച് മൂലധനം അതിനെ വീണ്ടും വീണ്ടും വളർത്തി ഈ ലോകത്തെ തന്നെ പിടിച്ചു പറിക്കാനുള്ള ശക്തിയായി വളർന്നു വരുന്ന മുതലാളിത്തം നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ സാമ്രാജ്യത്വമായിട്ട് വളർന്നിരിക്കുന്നു എന്നാണ് നമ്മൾ പറയാൻ. നമ്മളൊരു 10-20 കൊല്ലം മുമ്പ് പറഞ്ഞ സാമ്രാജ്യത്വം ഒന്നല്ല ഇപ്പം. പണമൊന്നും തമ്മിൽ കൈമാറുക പോലും വേണ്ട. ഒരു വിരൽ തുമ്പിൽ അവരുടെ എല്ലാം ആസ്തിയിലേക്ക് ലോകത്തെ മുഴുവൻ മുതൽ കൂട്ടുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളുടെ കയ്യിലുണ്ട്. ആരാണ് മുതലാളി എന്ന് പോലും നോക്കി കാണാൻ കഴിയുന്നില്ല സമരം ചെയ്യാൻ. എന്ന് വെച്ച് മുതലാളിത്തത്തിനെതിരായ സമരം ഉപേക്ഷിക്കണം എന്നല്ല. ആധുനിക കാലത്തെ മുതലാളിത്തം അതിസമർത്ഥമായി തൊഴിലാളി വർഗത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളല്ല ഇതിനൊന്നും ഉത്തരവാദി എന്ന് പ്രചരിപ്പിക്കുകയും ലോകത്തിലെ തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്തെടുക്കുകയുമാണ്. എന്നിട്ട് ലോകത്തിലെല്ലാ രാജ്യങ്ങളിലും ഈ അമേരിക്കൻ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾ ലോകത്തിലെല്ലാ രാജ്യങ്ങളിലെയും പാർലമെൻറ്റുകളെ ഹൈജാക്ക് ചെയ്ത് അവിടെ ചില നിയമങ്ങൾ തൊഴിലാളി വിരുദ്ധമായിട്ടുണ്ടാക്കിയെടുക്കുന്ന ഇന്ത്യയിലും വന്നിട്ടുണ്ട്, നമുക്ക് പറയാം. ഇപ്പോൾ CITUവിൻ്റെ നേതൃത്വത്തിൽ വലിയ സമരം നടത്താനിരിക്കുകയാണ്. നമ്മുടെ പണ്ടേയുള്ള കുറേ തൊഴിൽ നിയമങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരു ലേബർ കോഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വലിയ അപകടങ്ങളാണ് അതിനകത്ത് പതിയിരിക്കുന്നത്. തൊഴിലവകാശങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയത്തിനനുസരിച്ച് സോഷ്യലിസ്റ്റ് വിപ്ലവകാലത്ത് ഒക്കെ മുഴക്കിയിരുന്ന തൊഴിലവകാശം ഉണ്ടല്ലോ. മുമ്പ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും എല്ലാം കാലത്ത് പറഞ്ഞ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം, അല്ലേ? തൊഴിലവകാശം, മിനിമം കൂലി, ക്ഷാമകാലത്ത് പ്രത്യേക ഭത്ത, ഇതെല്ലാം തൊഴിലവകാശമായി ലോകം മുഴുവൻ അംഗീകരിച്ചു. ചില മുതലാളിത്ത രാജ്യങ്ങൾക്ക് പോലും അവരുടെ നിലനിൽപ്പിന് ഈ പറയുന്ന തൊഴിലവകാശം പ്രഖ്യാപിക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ അതിന് ഉസ്താദന്മാരാരാ? അതിൻ്റെ ഗുരുനാഥന്മാരാരാ? അത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷ ആശയഗതികൾ. അതുപോലെ ജോലി ചെയ്താൽ മിനിമം കൂലി എന്നൊന്നും പറയാം ഒരു തൊഴിലാളിക്ക് ലോകത്തിൽ അറിയുമായിരുന്നില്ല. ഫ്യൂഡലിസത്തിൻ്റെ, ജന്മിത്വത്തിൻ്റെ, അതുപോലെ മുതലാളിത്തത്തിൻ്റെ ചൂഷണത്തിന് വഴങ്ങി പിച്ചക്കൂലിക്ക് പണിയെടുത്ത് ജീവിതം തള്ളി നീക്കിയ
മഹാഭൂരിപക്ഷം മനുഷ്യരും. അതിൽ ഒരു വലിയ വിഭാഗത്തെയാണ് സോവിയറ്റ് റഷ്യയും ചൈനയും ക്യൂബയും വിയറ്റ്നാമും എല്ലാം കൂടി മുന്നോട്ടേക്ക് നയിച്ചത്. ആ ലോകത്തിൽ അതേപടി മറ്റ് രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നതിന് പകരം ഈ സോഷ്യലിസത്തെ അമർച്ച ചെയ്യാൻ മുതലാളിത്തം കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഒരു റൈറ്റ് വിങ് ഷിഫ്റ്റ്. എന്താ ഈ റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ചില ആളുകൾ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ്, എന്താണ് റൈറ്റും ലെഫ്റ്റും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ ജീവിച്ചിരിക്കുമ്പം പ്രകടമായിട്ടുള്ള അവരുടെ വ്യത്യാസം എന്താ? നിങ്ങൾ റൈറ്റാണോ ലെഫ്റ്റാണോ? നിങ്ങളെന്ത് പറയും? നിങ്ങളെന്താ പറയുക? എന്താ നിങ്ങളുടെ ഐഡിയോളജി? ലെഫ്റ്റാന്നുള്ളതിന് സംശയമുണ്ടോ? ഇല്ല. എന്താ വ്യത്യാസം? റൈറ്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ വളരെ യാഥാസ്ഥിതികരായിട്ടുള്ള, കൺസർവേറ്റീവായിട്ടുള്ള, ഏകാധിപത്യപരമായിട്ടുള്ള, പുരോഗമനപരമായ ഒരു ചേഞ്ചും ഈ സമൂഹത്തിൽ ഉണ്ടാകരുതെന്ന് വാശി പിടിക്കുന്ന, സമ്പത്തിൻ്റെ മേലെ അടയിരുന്ന് മറ്റുള്ളവരെ ഊറ്റിയെടുക്കുന്ന ചൂഷകരടങ്ങിയ പക്ഷമാണ് റൈറ്റ്, വലതുപക്ഷം. എന്നാൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് നല്ല വിപ്ലവകാരികളാണ്. എന്താ വിപ്ലവം? നിലനിൽക്കുന്ന യാഥാസ്ഥിക സമൂഹത്തിൽ മാറ്റമുണ്ടാക്കി മനുഷ്യരെ അന്തസ്സുറ്റവരായി മാറ്റുക, എല്ലാ മനുഷ്യരെയും. അവിടെ ജാതി മതഭേദം കാരണമുള്ള ലഹളകളില്ല. കേട്ടില്ലേ? ലെഫ്റ്റ് ആയതുകൊണ്ട് മതമൊന്നും ഇല്ലാണ്ടാവും അപ്പാടെന്നൊന്നും കരുതണ്ട്. ചില ആളുകളൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അങ്ങനെ. ഇടതുപക്ഷം വന്നാൽ പിന്നെ മതമില്ല. മതമൊന്നൊരു പ്രശ്നമേ അല്ല. മതപരമായ വർഗീയതയെ പ്രശ്നമാവുന്നുള്ളൂ. കുറേ ഈശ്വരന്മാരുണ്ട്, ഈശ്വരന്മാരെ പ്രാർത്ഥിക്കുന്നു ആളുകൾ. സമാധാനപരമായി പ്രാർത്ഥിക്കുന്നതിനൊന്നും ഇടതുപക്ഷ ആശയഗതികൾ എതിരല്ല. ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും പ്രധാനം ഒരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റിയാണ്. എന്ന് വെച്ചാൽ സമത്വപൂർണമായിട്ടുള്ള ലോകം. അവിടെ ഇകഴ്ത്തലില്ല. എല്ലാവർക്കും അധ്വാനിക്കാൻ അവസരം, എല്ലാവർക്കും തുല്യരായി വളർന്നു വരാൻ അവസരം. അങ്ങനെ നല്ല ആശയങ്ങൾ, മനുഷ്യത്വപൂർണമായ ആശയങ്ങളെ മുറുകെ പിടിക്കുന്നവരാണ് ഇടതുപക്ഷം. ഈ പേരെങ്ങനെ വന്നു എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അതൊന്നും കാര്യമാത്ര പ്രസക്തമായ കാര്യമല്ലെങ്കിലും 1789 ഫ്രഞ്ച് വിപ്ലവം നടന്ന കഥ നിങ്ങളെല്ലാം ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ലോകം ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്ന അവസരത്തിൽ ചില വെളിച്ചം പല കാലഘട്ടത്തിൽ ഉണ്ടാകാറുണ്ട്, ചില മാറ്റങ്ങൾ. അങ്ങനെയാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ, വ്യവസായ വിപ്ലവം, അതെല്ലാം വന്നപ്പോൾ മനുഷ്യരുടെ മനസ്സിലൊരു പുതിയ എൻലൈറ്റൻമെൻറ്റ്, അല്ലേ? അങ്ങനെയാ പറയുക, ഒരു എൻലൈറ്റ്മെൻറ്റ് പീരീഡ്, ഒരു വെളിച്ചം ഉണ്ടാകുന്ന ഒരവസ്ഥ. ഈ ഇടുങ്ങിയ ഒന്നും ശരിയാവില്ല, എല്ലാം പണ്ടേ തീരുമാനിക്കപ്പെട്ടതാണ്, ഒന്നും മാറ്റമില്ല എന്ന് വിശ്വസിക്കുന്ന, അതിന് പകരം അല്ല, ഈ ലോകത്തിൽ പ്രതീക്ഷയുണ്ട്, നമുക്ക് മാറാം, നമുക്കൊരു നല്ല ജീവിതത്തിലേക്ക് പോകാം എന്നെല്ലാം കരുതിയിട്ട് ആളുകൾ ചില മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചു. പുരോഗമനവാദികൾ, അവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരൊന്നും ആയിരുന്നില്ല, പക്ഷേ പുരോഗമനവാദികളാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നായിരുന്നു. സ്വാതന്ത്ര്യം, അന്ന് ഇത് പറയുമ്പോൾ വലിയ മാറ്റാണേ. സ്വതന്ത്രരാവുക, ഒരു ജന്മിയുടെ കീഴെ അടിച്ചമർത്തപ്പെട്ട ടെനൻസ്, ഒരു രാജാവിൻ്റെ പ്രജ, ഒരു വലിയ രാജാവിൻ്റെ ഭരണകാലത്തുള്ള സാധാരണക്കാരൻ, അയാൾ പറയുകയാണ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന്, ഞങ്ങൾ നിങ്ങളെപ്പോലെ സമന്മാരാണെന്ന്, നമ്മളെല്ലാം സഹോദരങ്ങളാണെന്ന്. വലിയ അലയൊലിയാണ് ആ മുദ്രാവാക്യത്തിനുണ്ടായത്. ഇതാഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഒഴുകി വന്ന് ഈ എൻലൈറ്റ്മെൻറ്റ് മൂവ്മെൻറ്റിൻ്റെ കൂടെ ചേർന്നു. ഫ്രഞ്ച് വിപ്ലവം നടന്നു. പക്ഷേ ആ ഫ്രഞ്ച് വിപ്ലവത്തെ ഒരു നല്ല സോഷ്യലിസ്റ്റ് വിപ്ലവമായി വളർത്തിയെടുക്കാനൊന്നും കഴിഞ്ഞില്ല. നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഏകാധിപത്യ പ്രവണതയിലേക്ക് പോയി. പക്ഷേ ആ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം ഈ ലോകത്ത് തങ്ങി നിന്നു. എന്ത് മുദ്രാവാക്യം? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അല്ലേ? അതിൽ നിന്നാണ് പിന്നെ ഇടതുപക്ഷ ആശയഗതികളൊക്കെ വളർന്നു വന്നത്. അത് വലിയ പ്രസക്തി നേടിയത് അതെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ്. അപ്പോൾ ആ ഫ്രഞ്ച് വിപ്ലവ കാലം മുതൽ വലിയൊരു മാറ്റത്തിന് ലോകം തുടക്കം കുറിച്ചു. എന്നാൽ അതൊരു നല്ല സോഷ്യലിസ്റ്റ് വിപ്ലവമായിട്ട് പരിഗണിക്കപ്പെട്ടത് റഷ്യയിലും 1949 ചൈനയിലും അതുപോലെ വിയറ്റ്നാമിലും ഒക്കെയാണ്, ക്യൂബയിലും ഒക്കെയാണ്. എന്നാൽ അവിടെയെല്ലാം ഉള്ള എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെട്ടോ? പൂർണ്ണമായിട്ടില്ല. എന്തുകൊണ്ട്? ഈ ലോകത്തിലെ മുതലാളിത്തം വളരെ ശക്തമായി നിൽക്കുകയാണ്. ലോകത്തിന് മുഴുവൻ ചൂഷണം ചെയ്ത പണം ഉപയോഗിച്ച് അവർ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നു, കുഴപ്പമുണ്ടാക്കുന്നു. എല്ലാവരുടെയും കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. റഷ്യ കുഴപ്പമുണ്ടാക്കാൻ പോയിട്ടുണ്ട്. എന്തിനാ പറയുന്നത്? ഈ ഇന്ത്യ മഹാരാജ്യത്ത് 1957 കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബാലറ്റ് പേപ്പറിലൂടെ ഇടതുപക്ഷം അധികാരത്തിൽ വന്നു. ഇടതുപക്ഷം എവിടെ ജനിച്ചാലും അതിനെ കഴുത്തുഞ്ഞെരിക്കണം എന്നാണ് അമേരിക്ക, സാമ്രാജ്യത്വത്തിന് നേതൃത്വം കൊടുക്കുന്ന അമേരിക്ക നിശ്ചയിച്ചിരിക്കുന്നത്. അന്ന് EMSന്റെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ വേണ്ടി അമേരിക്കൻ CIA ഇടപെട്ടു എന്ന്
ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞപ്പോൾ ചിലരെല്ലാം കൊഞ്ഞനം കുത്തി. ആര് പറഞ്ഞു, അയ്യോ ഇവിടെ ഇന്ത്യയിൽ ഈ മൂലക്കങ്ങാറ്റുള്ളൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ നോക്കി നിൽക്കുകയല്ലേ ഈ വലിയ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം അല്ലേ, നമുക്കും പെട്ടെന്ന് തോന്നും. സാധനം വെറുതെ പറയുന്നേപ്പ. അത് മനസ്സിലായല്ലോ. മൊയ്നി ഖാൻ പിന്നീട് എഴുതിയിട്ടുള്ള പുസ്തകത്തിനകത്ത് $2.5 കോടി, അന്ന് $2.5 കോടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 10,000 ലക്ഷക്കണക്കിന് കോടിയാ. അത് ഉപയോഗപ്പെടുത്തി ആ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ, വിമോചന സമരമൊക്കെ ഉണ്ടാക്കലാണ്. എന്നോട് പണ്ട് വിമോചന സമരത്തിൽ പങ്കെടുത്ത ഒരു കാർന്നൂർ, അന്ന് കുട്ടിയാ, ഞങ്ങളുടെ അവിടെ ആറളം പഞ്ചായത്തിൽ 70 വയസ്സിന് മേപ്പെട്ടുള്ളവരെ ആദരിക്കാൻ MLA എന്നുള്ളതിൽ എന്നെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു കാർന്നൂരെ കാണിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് പണ്ട് വിമോചന സമരത്തിന് പോയതാന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ലോഹ്യം പറയാൻ. അതേ ഒരു ചിരിയോടെ പറഞ്ഞു, ഒന്നും മനസ്സിലായിരുന്നില്ല ടീച്ചർ, അറിയാതെ പോയതാണ്. രാവിലെ പള്ളിയിൽ മണിയടിച്ചിട്ട് വിളിക്കും, എന്നിട്ട് ഞങ്ങൾ കുട്ടികളാണ് കൂട്ടിയിട്ട് ഏതെങ്കിലും സ്കൂളിൻ്റെ മുറ്റത്ത് പോവും. പോകുന്ന വഴിയിൽ ഒരു കട്ടൻ ചായ ഒരു നെയ്യപ്പവും മേടിച്ചു തരും. കട്ടൻ ചായയും നെയ്യപ്പവും കിട്ടാൻ വേണ്ടി ഞങ്ങൾ വിമോചന സമരത്തിന് പോയതാ. അവർക്കൊന്നും മനസ്സിലായില്ല. പ്രായമുള്ള ആൾ മനസ്സിലായിട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ പോയിട്ടുണ്ടാവും. പക്ഷേ അതിനെവിടെ കാശ്? ആ കാശെല്ലാം ഇങ്ങനെയൊക്കെ സ്വരൂപിച്ച കാശാണ്. പക്ഷേ അതിൻ്റെ പാതകം എത്രയായിരുന്നു എന്ന് കുറേ പേര് പിന്നീട് തിരിച്ചറിഞ്ഞു. ഞാൻ പറയുന്നത്, ലോകം വലതുപക്ഷത്ത് നിൽക്കണമെന്ന് സാമ്രാജ്യത്വ ശക്തികൾ ആഗ്രഹിക്കുന്നു. അവരിടപെടുന്നു, യുദ്ധമുണ്ടാക്കുന്നു. ലോകത്തിൻ്റെ സമ്പത്ത് ചൂഷണം ചെയ്യാൻ വേണ്ടിയ സകല യുദ്ധവും. നമ്മൾ നേരം കിട്ടുമ്പോൾ മഴ അസോസിയേഷൻ്റെ യൂണിറ്റുകാരെല്ലാം വിളിച്ചിരുത്തിയിട്ട് 10,000-3,000 യൂണിറ്റ് ഇല്ലേടോ ഇവിടെ കോഴിക്കോട് അല്ലേ? അതിലെല്ലാം കൂടി എത്രയാ, 60,000-ലേറെ സ്ത്രീകൾ. അവരെ യോഗഭാഗ്യത്തിന് വിട്ടിരിക്കുകയാണോ നിങ്ങൾ? അവരെല്ലാം ഇടയ്ക്ക് വിളിച്ചിട്ട് ഈ ലോകത്തിലെ ചരിത്രമെല്ലാം ബോറടിപ്പിക്കും പോലെ 2 മണിക്കൂറൊന്നും പ്രസംഗിച്ചു വിടരുത് അവരോട്. ഒരു തവണ സാമ്രാജ്യത്വത്തിൻ്റെ അധിനിവേശം പറയുക, വലതുപക്ഷവൽക്കരണം പറയുക. അടുത്ത തവണ ഇന്ത്യയിലെ RSSനെ കുറിച്ചും BJPയെ കുറിച്ചും പറയുക. അടുത്ത തവണ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ എല്ലാം കൂടി ഇന്ന് തന്നെ പറഞ്ഞ് ഇവരെ അല്ലേ തലയിൽ അടിച്ച് കയറ്റണമെന്ന് വെച്ചാൽ അവർക്ക് അജീർണാവും. നീ കുറേ രാവിലെ പറയുന്നേ, നമ്മൾ പോയിക്കോട്ടേയും ചോദിക്കും. അവസാനം നമ്മൾ പോയിക്കോട്ടേയും ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ കൂട്ടർക്ക് ഒട്ടും താല്പര്യമില്ല അല്ലേ? എന്നാൽ പോകാതെ നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറായാൽ അവരുടെ ഉള്ളിൽ എവിടെയോ തട്ടീന്ന. അതുകൊണ്ട് ഇന്നത്തെ ലോകത്തിൻ്റെ വേഗതയെയും കൂടി പരിഗണിച്ചിട്ട് കുറച്ച് പറഞ്ഞാൽ മതി. പക്ഷെ കുറച്ച് പറയണേ. ലോകത്തിലെ ചില രാജ്യങ്ങൾ ഇങ്ങനെ തീവ്ര വലതുപക്ഷത്തേക്ക് പോകുന്നു. ഞാൻ എല്ലാ രാജ്യങ്ങളെക്കുറിച്ചും പറയുന്നില്ല, നമുക്കൊരുപാട് നീണ്ടുപോകും. ഇപ്പോൾ ഓസ്ട്രിയ പോലെ, ഹംഗറി പോലെ, USA, പോളണ്ട് തുടങ്ങിയ അതിലെല്ലാം നടക്കുന്ന എന്തെന്ന് നിങ്ങൾക്കിപ്പം വായിക്കാനൊക്കെ എളുപ്പമാണ്. വായിച്ചു നോക്കണം. ഇറ്റലി, അവിടെ ഒരു സ്ത്രീയാണ്. സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സ്ത്രീകളും സ്ത്രീകളുടെ ഉന്നമനത്തിനും വിമോചനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. സ്ത്രീകളുടെ കൂട്ടത്തിലും സാമ്രാജ്യത്വവാദികൾ ഉണ്ടാകാം, വലതുപക്ഷവാദികൾ ഉണ്ടാകാം. മെലോനി എന്ന് പറഞ്ഞ കണ്ടാലൊക്കെ നല്ല ഉഷാറുണ്ട്, കോലുന്നനെ ഒരു ഫ്രോക്കൊട്ടൊക്കെ ഇട്ട് നടക്കുന്ന ആ സ്ത്രീ എന്തുമാത്രം വംശീയതയും മനുഷ്യവിദ്വേഷവുമാണ് പ്രചരിപ്പിച്ചത്. പണ്ട് ഹിറ്റ്ലർ പറഞ്ഞതുപോലെ ആര്യരക്തം സിരകളിൽ ഒഴുകുന്നവർ മാത്രമേ ഇവിടെ ജീവിക്കാവൂ, ബാക്കി ഒറ്റ മനുഷ്യനെ ഭൂമുഖത്ത് വെച്ചേക്കരുതെന്നല്ലേ 33-ൽ അധികാരത്തിൽ വന്ന ഹിറ്റ്ലർ പറഞ്ഞത്. നമ്മൾ ആ ഹിറ്റ്ലറുടെ പ്രവർത്തനമൊക്കെ ഇടയ്ക്കൊരു കഥ പറയും പോലെ യൂണിറ്റിലെ സഹക്കൊക്കെ പറഞ്ഞു കൊടുത്താൽ എന്താ കുഴപ്പം? പറഞ്ഞു കൊടുത്തിട്ട് ആ ഹിറ്റ്ലർ വന്നിട്ട് അവിടുത്തെ, ഞാൻ ഈ അടുത്ത നാളിൽ അവിടെ ഒരു ചെറിയ ചാൻസ് കിട്ടി ഒന്ന് ജർമ്മനിയിലൊരു സംഘടനയുടെ ഉദ്ഘാടനത്തിന് പോവാൻ, മ്യൂണിക്കിൽ. അപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ തൊട്ടടുത്താണ് കോൺസെൻട്രേഷൻ ക്യാമ്പ് ഹിറ്റ്ലറുടെ, ഡക്കാവു. യഥാർത്ഥത്തിൽ വലിയ ആഷ്വിറ്റ്സ് എന്ന് പറയുന്ന ക്യാമ്പ് പോളണ്ടിലാണ്. പോളണ്ട് അതിൻ്റെ തൊട്ടടുത്താണ്. അതിനിപ്പുറത്താണ് ഡക്കാവു. കാണാൻ പോയി ക്യാമ്പ്. നമുക്ക് കാണേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് തോന്നുകയാണ്. എന്നാലും നമ്മൾ അറിയണ്ടേ, എന്തോ ഒരു ക്രൂരത അവിടെ അടങ്ങേറിയത്. ആ സെല്ലൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. പാവപ്പെട്ട തടവുകാർ എന്തൊരു ക്രൂരത ലോകത്തിൻ്റെ മുമ്പാകെ കാണിച്ചു. ആ ക്രൂരതയൊന്നും ഇന്നാരും ചർച്ച ചെയ്യുന്നില്ലല്ലോ. ഒരു ഭ്രാന്തനായിട്ടുള്ള ഡോക്ടർ ഉണ്ടായിരുന്നു ഹിറ്റ്ലറിൻ്റെ. അയാൾക്ക് ശരിക്കും വട്ടാണോ വംശീയ വിദ്വേഷമാണോ അതിൻ്റെ ക്രൂരതയാണോ? അയാൾ ഈ സെല്ലിലെ തടവുകാരുടെ ശരീരത്തിൽ, ജൂതന്മാരുടെ, കമ്മ്യൂണിസ്റ്റുകാരുടെ, കത്തോലിക്കരുടെ, പ്രൊട്ടസ്റ്റന്റുകാരുടെ, അവരുടെ എല്ലാ ശരീരത്തിൽ കാണിച്ചിട്ടുള്ള ക്രൂരത നമുക്ക് ഓർക്കാൻ പോലും കഴിയില്ല. കുട്ടികളെ പിടിച്ചുകൊണ്ടുവന്നിട്ട് ഒരു ക്യാമ്പിൽ എങ്ങനെ സയാമീസ് ഇരട്ടകളെ കൃത്രിമമായി ഉണ്ടാക്കാം എന്ന് പഠിക്കാനാണെന്ന് പറഞ്ഞ് ശരീരത്തിൻ്റെ പള്ള വരഞ്ഞു കീറിയിട്ട് 2 കുട്ടികളുടെ ശരീരം കൂട്ടി തുന്നുക, വലിയ സൂചി ഉപയോഗിച്ചിട്ട്, കൊല്ലാതെ. സങ്കല്പിക്കാൻ കഴിയുമോ നമുക്ക്?
വിഷവാതകം ശ്വസിപ്പിച്ച് കൊല്ലുന്ന അറിയൊക്കെ കണ്ടു. പക്ഷേ പറഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന, അല്ല നമുക്ക് പിന്നെ മനസ്സ് മരവിച്ചു പോകുന്ന ക്രൂരത ഏകാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായി. അത് പറയുമ്പം ചിലർ കോൺഗ്രസ്സുകാർക്ക് എന്താ പറയുക, എന്താ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്റ്റാലിൻ്റെ കാലത്ത് മറ്റേ ആളെ കൊന്നിട്ടില്ലേ, വിപ്ലവം നടത്തുമ്പോൾ ആ വിപ്ലവത്തിനെ അടിച്ചമർത്താൻ വരുമ്പോൾ പരസ്പരം പോരാടിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മളെ വെടിവെക്കാൻ വന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ കീഴടക്കാൻ വന്ന ആളുകൾക്കെതിരെയൊക്കെ അത്തരത്തിലുള്ള ചില സംഘടനകളൊക്കെ നടന്നിട്ടുണ്ട്. അതില്ല എന്നല്ല, പക്ഷെ ഇതല്ല. ഒരു സംഘടനത്തിലും പങ്കെടുക്കാത്ത വീട്ടിൻ്റെ ഒരു മൂലയിൽ കഴിയുന്ന കുഞ്ഞു മക്കളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ആ മനുഷ്യ ശരീരത്തിൽ കാണിച്ച ക്രൂരത, അതിനെ ഹിറ്റ്ലർ പ്രോത്സാഹിപ്പിച്ചു. കേട്ടോ, ആ ഫാസിസം ഇന്ത്യയിൽ വരരുതെന്നല്ലേ നമ്മൾ പറയുന്നത്. ഫാസിസ്റ്റ് പ്രവണത BJP സർക്കാർ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഫാസിസത്തിലേക്ക് പോകും. ഇപ്പോൾ ചില അനുഭവങ്ങൾ ചിലയിടത്തുണ്ടായല്ലോ, അതല്ലേ നമ്മൾ പറയുന്നത്. അത് പറയാൻ ലോകത്തിലെ അനുഭവമൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ ചരിത്രപരമായി ബോധമുള്ളവരാക്കി മാറ്റണം. ചരിത്രം പഠിപ്പിക്കണം. ആരാ ചരിത്രം പഠിപ്പിക്കുക? ആരെല്ലാം അങ്ങ് വലിയൊരു മാഷുണ്ട്, ഓറെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു ക്ലാസ് എടുക്കണം എന്തായാലും കോഴിക്കോട് ജില്ലയിൽ. എന്നിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട 10-100 സഖാക്കളെ വിളിച്ചു വരുത്തി ഉഗ്രൻ ക്ലാസ് 2 ദിവസം പഠിച്ചവരെന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സിന് വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ എല്ലാവരെയും പങ്കെടുപ്പിക്കണ്ടേ? പിന്നെ വേണ്ടേ? ഏരിയ സെക്രട്ടറിയും പ്രസിഡന്റിനെയും പങ്കെടുപ്പിക്കണ്ടേ? അയ്യോ, അവരെ ഒഴിവാക്കാൻ പറ്റുമോ? ഈ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഏരിയ സെക്രട്ടറിമാരും പഠിച്ചൊരു കോലമായി. പഠിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അതിന് താഴോട്ട് ഇത് പോകുന്നില്ല. താഴോട്ട് പോകണമെന്ന് എത്ര പറഞ്ഞാലും അങ്ങ് എത്തുന്നില്ല. അവരിപ്പോഴും പണ്ടത്തെടുത്ത് നിൽക്കുക. അവർക്കെല്ലാം കണക്ക് ഇല്ലേ? ഇലക്ഷൻ വരുമ്പം ചില വീട്ടിൽ നിന്ന് പറയല്ലേ ചില സ്ത്രീകളൊക്കെ, നിങ്ങളാര് ഭരിച്ചാലും നമുക്കെല്ലാം കണക്കന്നെ അല്ലേ? നമ്മൾ നയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്യാ. നയം ഇടിയുണ്ടോയെന്നറിയില്ല. അങ്ങോട്ട് കണ്ണൂരങ്ങനെയാണ് അധ്വാനിക്കുക, പണിയെടുക്കുക എന്നുള്ളതിന് ഇവിടെ എങ്ങനെ പറയുന്നറിയില്ല. നമ്മൾ നയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്യാ. ഇടയ്ക്കിടയ്ക്കൊന്ന് പറയണം, ഏട്ടാ നമ്മൾ നയിച്ചാലും കഴിയാത്തത് ഈ അന്ധകന്മാരുള്ളത് കൊണ്ടാണ്. കോൺഗ്രസും BJP എല്ലാം കൂടി മേധാവിത്വം വഹിക്കുന്നത് കൊണ്ടാണ്. നമുക്കത് പറഞ്ഞു കൊടുക്കാൻ, ചരിത്രം പഠിപ്പിക്കണം. ഈ സാധാരണ സ്ത്രീകളെയൊന്നും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അല്ലാതെ മറ്റൊന്നും പഠിപ്പിക്കരുത് എന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല നമ്മൾ. അവരുടെ അന്ധവിശ്വാസവും അനാചാരവും ഒക്കെ അവരുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാകണമെങ്കിൽ സഹാക്കളെ തെരഞ്ഞെടുപ്പ് പോകുമ്പോൾ 2000 ഉറുപ്പിക പെൻഷൻ വർദ്ധിപ്പിച്ചില്ലേ എന്ന് മാത്രം പറഞ്ഞാൽ മാറൂല. അപ്പോൾ ഒരു പറയും അതെന്താ നമുക്ക് തരേണ്ടിയല്ലേ, കോൺഗ്രസ്സുകാർ അങ്ങനെയാണ് പറഞ്ഞു കൊടുത്ത് അല്ലേ, അതെന്താ നമുക്ക് തരേണ്ടിയല്ലേ. അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ അവരെ ഇടയ്ക്കിടയ്ക്ക് ലോകചരിത്രമൊക്കെ പഠിപ്പിക്കണം. കുറച്ച് പഴമ്പരാണെല്ലാം പറഞ്ഞു, വേണ്ടിക്കൽ ഭഗവത്ഗീതയും ബൈബിളും ഖുറാനും ഒക്കെ പറഞ്ഞു, അതിനൊന്നും കുഴപ്പമില്ല. നിങ്ങൾ വായിച്ച പുസ്തകത്തിലെ കഥയൊക്കെ പറഞ്ഞോ, അതെല്ലാം പറയാം. നമ്മക്കേടിയിടും നേരം. നമ്മളങ്ങനെ പണ്ട് ഹനുമാൻ ലങ്കയിൽ പോയ പോലെ ഒട്ടാക്ക് ദ്രീപിക്കാൻ ഓടുകയല്ലേ ഞാനടക്കം, നല്ല വാലിന് തീ പിടിച്ച പോലെ എന്ന് പറയില്ലേ. എന്നിട്ട് പറയും ഈ ടീച്ചർ ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് പോവും. ഇന്ന് മറ്റേ കമ്മിറ്റി കണ്ടെത്തണം സഹക്കളെ. നമുക്ക് കുറച്ച് സമയം താഴെയുള്ള സ്ത്രീകളുമായിട്ട് സംവദിക്കാൻ കണ്ടെത്തിയേ മതി. അവരോട് പറയണം, ലോകത്തിൽ കുറേ രാജ്യങ്ങൾ വലതുപക്ഷത്തേക്ക് പോകുന്നു, അതിൻ്റെ കുഴപ്പമാണിപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധം, അതിൻ്റെ കുഴപ്പമാണ് അഫ്ഗാനിസ്ഥാനിൽ നേരത്തെ നടന്ന യുദ്ധം അല്ലേ, അതിൻ്റെ കുഴപ്പമാണ് വെനിസ്വലയ്ക്കെതിരെ ഓർമ്മയുണ്ടോ? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ അമേരിക്കൻ. ഇപ്പോൾ ഒരു നട്ടപ്രാന്തനാണ് അമേരിക്കയിൽ വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുന്നത്, ഡൊണാൾഡ് ട്രംപ്. എങ്ങനെ ജനം അദ്ദേഹത്തിന് വോട്ട് ചെയ്തു എന്ന് നമുക്ക് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. എന്തൊരു ഭ്രാന്തൻ ആശയഗതികളാണ് പറയുന്നത്. ആ ട്രംപ് ലോകത്തെ മുഴുവൻ കീഴടക്കാൻ പുറപ്പെട്ടിരിക്കുക. എന്നിട്ട് വെനിസ്വലയിലെ ഭരണാധികാരി ആരായിപ്പെന്നറിയോ? അത് അറിഞ്ഞിട്ടില്ല, ജീവിതം പാഴായി പോകുന്നില്ല. പക്ഷേ ഇടതുപക്ഷക്കാർക്ക് അറിഞ്ഞാൽ നല്ലതാണ് അല്ലേ. മഡൂറോ നേരത്തെ ഹ്യൂഗോ ഷാവേസ് ആയിരുന്നു. ആ ഷാവേസ് അവിടുത്തെ സാമ്രാജ്യത്വ ഭരണാധികാരികളിൽ നിന്ന് അധികാരം പിടിച്ചെടുത്ത് 10-20 വർഷങ്ങൾക്ക് മുമ്പ്. എന്നിട്ട് ആദ്യം ചെയ്തത് എന്താണെന്ന് നമ്മൾ ശ്രദ്ധിച്ചോ? ഒരുപാട് എണ്ണയുണ്ട് ഭൂമിക്കടിയിൽ. ഈ യുദ്ധമൊന്നും ഉണ്ടാകുന്നത് വെറുതെ അല്ല. ഭൂമിക്കടിയിൽ എണ്ണ ഉണ്ടായാലെന്താ? ഒരുപാട് പൈസ കിട്ടും ഗവൺമെൻറ്റിന്. നമുക്കും ഭൂമിൻ്റെ അടിയിൽ കുറേ എണ്ണ ഉണ്ടെങ്കിൽ കുഴിച്ചെടുത്ത് വിൽക്കായിരുന്നു. കേരളത്തിന് കുറച്ച് പൈസ കിട്ടുമായിരുന്നു. എന്നാലും അതെല്ലാം കേന്ദ്രം കൊണ്ടുപോകും, കുറച്ചെങ്കിലും നമുക്ക് കിട്ടും. പക്ഷേ ഭൂമിക്കടിയിൽ എണ്ണ നിക്ഷേപം ഉള്ള ചില രാജ്യങ്ങളുണ്ട്, നമ്മളല്ല. ആ എണ്ണ ഊറ്റിയെടുത്താൽ ക്രൂഡ് ഓയിൽ വിറ്റ് ലോകത്തിൽ വിറ്റ് കാശുണ്ടാക്കാം. ഏറ്റവും വലിയ എണ്ണപ്പാടുള്ള ഒരു രാജ്യമാണ് വെനിസ്വല. ഹ്യൂഗോ ഷാവേസ് വന്ന ഉടനെ തന്നെ ഞങ്ങളുടെ എണ്ണപ്പാടം ഞങ്ങൾ നോക്കിക്കോളും, അമേരിക്കൻ കോർപ്പറേറ്റ് മുതലാളികൾ ഗോ ബാക്ക് പറഞ്ഞു.
നിങ്ങൾ തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അമേരിക്കൻ സെനറ്റ് സെക്രട്ടറിമാർക്ക് വരെ അവിടെ എണ്ണപ്പാടം ഉണ്ടായിരുന്നു. അവർ മടിച്ച് തിരിച്ചുപോയി. ഹൂഗോ ഷാവേസ് ആ എണ്ണ ഊറ്റിയെടുത്ത് എന്നിട്ട് എന്താ ചെയ്തത്? വെനിസ്വലയിലെ എല്ലാ മനുഷ്യർക്കും ആഹാരം എത്തിക്കാൻ ശ്രമിച്ചു. എല്ലായിടെയും സ്കൂളുകൾ തുറന്നു. പണ്ട് യുദ്ധം നടക്കുമ്പോഴുള്ള പട്ടാള ബാരക്കുകളെല്ലാം വിദ്യാലയങ്ങളാക്കി മാറ്റി. സ്ത്രീകൾക്ക് തൊഴിലവസരം നൽകി. വലിയ മാറ്റമാണ് അവിടെ ഉണ്ടായത്. അദ്ദേഹത്തിനെ പിന്തുടർന്ന് വന്ന മഡൂറോയും അത് തുടരുന്നു. അപ്പം മഡൂറോ ഇപ്പം രാജിവെക്കണം എന്ന് പറയുന്നത് ആരാ? ട്രംപ്. ലോകത്തിലൊരു വ്യവസ്ഥയുണ്ട്. UN നിർദ്ദേശം അനുസരിച്ച് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ സോവേണിറ്റിയെ ആക്രമിക്കരുത്, പരമാധികാരത്തെ. നമ്മുടെ ഭരണഘടനയിലും എഴുതി വെച്ചിട്ടുണ്ട് സോവേണിറ്റി. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് സെക്യുലർ സോവറീൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആയിരിക്കുന്നതാണ്. അപ്പോൾ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ആക്രമിക്കരുത്. അവരുമായിട്ട് ചർച്ചയാവാം, കാര്യങ്ങളൊക്കെ ആവാം. പക്ഷേ ഒരു ലജ്ജയില്ലാതെ രാജ്യങ്ങളുടെ പരമാധികാരത്തെ അട്ടിമറിക്കുന്നു. എന്നിട്ട് അവിടുത്തെ എണ്ണപ്പാടം നോക്കിയിട്ട് ഇയാൾ ഇപ്പം അതിനൊരു കള്ളത്തരവും കണ്ടുപിടിച്ചു. പണ്ട് ആട്ടുംകുട്ടിയും ചെന്നായും പറഞ്ഞ നയം പോലെയാണ്. ഒരു കാരണവും കിട്ടാഞ്ഞിട്ട് പറഞ്ഞു നിങ്ങളാണ് ലോകത്തിലെ മയക്കുമരുന്ന് കച്ചവടക്കാർ എന്ന് പറഞ്ഞു. എന്തെങ്കിലും പറയണ്ടേ? എന്തിന് മയക്കുമരുന്നതിനെതിരെ യുദ്ധം? അല്ലെങ്കിൽ മുസ്ലിം ഭീകരവാദികളെ കീഴടക്കാനാണ് ഗാസയിൽ ഇസ്രായേൽ ബോംബിടുന്നതെന്ന് പറയുന്നു. നമ്മൾ പഠിച്ച് പറഞ്ഞു കൊടുക്കണ്ടേ? ഇസ്രായേലിനെ നമ്മൾ കുറ്റം പറഞ്ഞപ്പോൾ ചില മലയോര മേഖലകളിൽ ഒരുപാട് ആളുകൾ ഇസ്രായേൽ പോയി ജോലി ചെയ്യുന്നുണ്ട് ഇല്ലേ? അവർ വിചാരിച്ചു നമ്മൾ ക്രിസ്ത്യാനികൾക്കെതിരാണ് പറയുന്നതെന്ന്. അവിടെ ജൂതരാഷ്ട്രമാണ്, ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും എതിരല്ല. ഈ അറബ് രാജ്യം പലസ്തീൻ അറബികളുടേതാണ്. അവർ പണ്ട് എവിടുന്നോ ആശയില്ലാണ്ട് ഓടി വന്ന, ഹിറ്റ്ലറുടെ ആക്രമണത്തിൽ നിന്നൊക്കെ ഓടി വന്ന ജൂതന്മാർക്ക് താമസിക്കാൻ ഒരിടം കൊടുത്തതാണ് ആ മേഖലയിൽ, പലസ്തീൻ. ആ പലസ്തീൻ ഐക്യരാഷ്ട്രസഭ പറഞ്ഞു നിങ്ങൾ തമ്മിൽ തർക്കിക്കരുത്, ഒരു ഭാഗം ഇസ്രയേലാവ്, ഒരു ഭാഗം പലസ്തീനാവ്. മകൾ അസോസിയേഷൻ സഹകൾ പഠിക്കണ്ടേ അത്? ഏതൊക്കെ ഭാഗമാണ് പലസ്തീൻ, ഏതൊക്കെ ഭാഗമാണ് ഇസ്രയേൽ? ഇസ്രയേൽ ഒരു രാജ്യമായി, പലസ്തീനെ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കാൻ ഈ സാമ്രാജ്യത്വ ശക്തികളൊന്നും തയ്യാറാവുന്നില്ല. ഞാൻ ആ കഥയിലേക്കും പോകുന്നില്ല. ഈ കൊടുത്ത ഭാഗത്തു നിന്നുകൂടി അറബികളെ ഓടിക്കാൻ വേണ്ടിയാണ് ഇസ്രയേൽ, നെതന്യാഹു, അമേരിക്കയുടെ തോഴൻ അവിടെ ആക്രമിക്കുന്നത്. ഇനി ആരെയും കൊല്ലാൻ ബാക്കിയുണ്ടോയെന്നറിയില്ല. ഒരു ദിവസം ഒരു ചെറിയ പടക്കം പൊട്ടിയിട്ട്, ഒരു പൊട്ടാസ് പൊട്ടിയിട്ട് പൊള്ളിയാൽ നമുക്കെന്ത് തോന്നും? കുറേ ദിവസത്തേക്ക് നമ്മളെ കുഞ്ഞു മക്കളുടെ മേലെ ദേശം തിളച്ച വെള്ളം മറിഞ്ഞിട്ടൊരു പൊള്ളലുണ്ടായി. അമ്മമാർക്കും ആൻറ്റിമാർക്കും ഒക്കെ എന്ത് തോന്നും? ഒരു സൗകര്യവും തോന്നില്ല. ഇത് ഉണങ്ങുന്നവരെ കണ്ട് സഹിക്കാൻ പറ്റൂല. എനിക്കാ പൊള്ളിയില്ലേലും വേണ്ടില്ല, എൻ്റെ കുഞ്ഞിക്ക് പൊള്ളരുതായിരുന്നു എന്ന്. എന്നാൽ ബോംബ് വന്ന് വീണ് ശരീരത്തിലെ തൊഴികൾ മുഴുവൻ അടർന്നുപോയി പ്രാണവേദനയോടെ ഓടുന്ന കുഞ്ഞുമക്കളെ ഈ ലോകം കാണുന്നില്ലേ? അതിന് ഉത്തരവാദി ആരെന്ന് ആലോചിച്ചിട്ട് ആ യുദ്ധം ശമിപ്പിക്കണ്ടേ? ലോകം അതിനു വേണ്ടി നിൽക്കണ്ടേ? നമ്മളിവിടെ അത്രയേ പറഞ്ഞിട്ടുള്ളൂ, ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കണം. ഞാൻ മന്ത്രിയായപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളൊരു ഡോക്ടർ സന്തോഷുണ്ട്, മിടുക്കന, പണ്ട് SFI ഒക്കെ ആയിരുന്നു. ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡർ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്. ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർ ചേർന്നത്. എവിടെ യുദ്ധം ഉണ്ടായാലും സന്തോഷം അപ്പോൾ ആ 5 കൊല്ലം ചെറിയൊരു കാലഘട്ടം, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. ആ കൂട്ടത്തിൽ ഈ സന്തോഷിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. സന്തോഷം എവിടെയെങ്കിലും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ വന്നിട്ട് പറയും, മേഡം ഞാൻ പോവുകയാണ്. ഞാൻ ചോദിച്ചു എവിടെ പോകുന്നു? യുദ്ധഭൂമിയിൽ. എന്തിന്? അവിടെ പരുക്കേറ്റ ഡോക്ടർമാരെ, പടയാളികളെയൊക്കെ ശുശ്രൂഷിക്കാൻ, മനുഷ്യരെ ശുശ്രൂഷിക്കാൻ. ചില ഡോക്ടർമാർക്ക് ദേഷ്യം വരും. എല്ലാറ്റിലും ഉണ്ടല്ലോ 2-3 തരം. ഇയാൾ ഇതും പറഞ്ഞിട്ട് ഇവിടെ പണിയെടുക്കാണ്ട് മുങ്ങാണ്. എനിക്കൊരു ഡോക്ടർ എന്നോട് പറഞ്ഞു വിടരുത്. ഞാൻ പറയും മിണ്ടാണ്ട് പോയിക്കോളണം. നിങ്ങൾ പോകുമോ? അവിടെ പോയി ടെൻ്റ് കെട്ടി കിടന്നിട്ട് ആ പാവപ്പെട്ട മനുഷ്യരെ ശുശ്രൂഷിക്കാൻ, ഈ നാറ്റവും മണമൊക്കെ സഹിച്ചുകൊണ്ട്? നവന് നിങ്ങൾ ചെല്ല്. അതിനോടെ ആ കുശുമ്പ് തീർന്നു. കേട്ടില്ലേ? നമുക്ക് പറയാൻ കഴിയണം സന്തോഷം പൊയ്ക്കോളൂ. ഡെപ്യൂട്ടേഷൻ അതിനെ ഇവിടുന്ന് ശമ്പളം കൊടുത്തുകൊണ്ട് തന്നെ സന്തോഷിനെ പറഞ്ഞയക്കാൻ നമ്മൾ തയ്യാറായി. ഇത്തവണ പലസ്തീനിൽ നിന്ന് സന്തോഷ് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു, ഇവിടെ ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു അവനോ ചത്തുപോവാണ്ട് നോക്ക് സന്തോഷേ. സ്ത്രീ ശബ്ദത്തിൽ എഴുതി, ദേശാഭിമാനിയിലും എഴുതിയിരുന്നു. സഹകരണം വായിക്കുന്നുണ്ടാണ്. സ്ത്രീ ശബ്ദമെല്ലാം കിട്ടിയ ആർത്തിയോടെ മുഴുവൻ വായിക്കാറുണ്ടോ? ഉണ്ടോ? ഉണ്ട്. നല്ല സഹക്കളാണ് കോഴിക്കോടെ സഹക്കൾ. എല്ലാം വായിക്കണേ. വായിച്ചിട്ട് ഒരു ചെറിയ ഡയറി കൈവശം വെച്ചിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് കുറിച്ച് വെച്ചാലും വേണ്ടില്ല, നല്ലതാ അത്. പണ്ടേ നമ്മൾ പറയാറുണ്ട്,
കയ്യിൽ എന്തെങ്കിലും ഒരു ആയുധം ഉണ്ടാവണം. പുസ്തകമാണ് ആയുധം. ഒരു ഡയറി വാങ്ങിയ ഒന്നും അതിൻ്റെ അകത്ത് എഴുതൂല, വെറുതെ കൊണ്ട് നടക്കും അടുത്ത ഡിസംബർ വരെ. കേട്ടില്ലേ? അതിനകത്ത് ഈ ശ്രീശബ്ദം വായിച്ചിട്ട് അത്യാവശ്യം നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യമെല്ലാം എഴുതി വെച്ചൂടെ കൂട്ടരെ? അപ്പോൾ നിങ്ങൾക്ക് പ്രസംഗിക്കാനും പറ്റും പിന്നീട്. ഞാനതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതാണ് നമ്മൾ കാണേണ്ടത്. എന്താണ് ലോകത്ത് സംഭവിക്കുന്നത്? അഫ്ഗാനിസ്ഥാനിലെ അനുഭവം, എണ്ണപ്പാടം തേടി അവിടുത്തെ മുസ്ലിങ്ങളെ തമ്മിൽ തെറ്റിച്ചു. എന്നിട്ട് സുന്നി ഷിയ എല്ലാം കൂടി കടുത്ത ലഹള. അതിൻ്റെ ഇടയിൽ അമേരിക്ക വന്നിട്ട് എവിടെയോ ഉറങ്ങിക്കിടന്നിരുന്ന ബിൻ ലാദൻ എന്ന് പറയുന്ന ഭീകരൻ, അയാൾ ഭീകരനായിരുന്നില്ല, ആദ്യം ഒരു കച്ചവടക്കാരനായിരുന്നു. അയാളെ ഭീകരനാക്കിയത് അമേരിക്ക. എന്നിട്ട് അയാളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. അയാൾ ലോകത്തിലെ ഭീകരരുടെ നേതാവായി. അൽ ഖ്വയ്ദ തീവ്രവാദികൾ, താലിബാൻ തീവ്രവാദികൾ. എന്താ ഇന്ന് ലോകത്തിൽ ഏറ്റവും അഭിശപ്തമായ ജീവിതം നയിക്കുന്നത് അഫ്ഗാനിലെ സ്ത്രീകളാണ്. അവരെ മൂടിക്കെട്ടി ഇരുത്തിയിരിക്കുക. അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ആൺതുണയില്ലാതെ, ആൺതുണയുണ്ടാവാൻ അവരുടെ വീട്ടിലെ ആണുങ്ങളെ എല്ലാം ഭീകരവാദികൾ കൊന്നിട്ടുണ്ട്, ഇവരെ ബലാത്സംഗം ചെയ്യാൻ, ഇവരെ ദ്രോഹിക്കാൻ. ഞാൻ ആ ഹീനമായിട്ടുള്ള അവസ്ഥ മുഴുവൻ പറയുന്നില്ല. ഇത് ഈ ഭീകരാവസ്ഥയാണ് അഫ്ഗാനിസ്ഥാനിൽ. ചില നോവലൊക്കെ വായിക്കണം. പഴയ അഫ്ഗാനെ കുറിച്ച് ഖാലിദ് ഖുമൈനി എന്ന് പറയുന്ന ഖാലിദ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയിട്ടുള്ള നോവലുണ്ട്. 2 നോവലുണ്ട്. കൈറ്റ് റണ്ണർ അല്ലേ, പട്ടം പറത്തുന്നവർ. വായിച്ചിട്ടുണ്ടോ? ആവൂ സന്തോഷം അല്ലേ. 1000 സ്പ്ലെൻഡിഡ് സൺസ്, അതും വായിച്ചോ? വെരി ഗുഡ്. അതെല്ലാം എല്ലാവർക്കും വായിക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും അതെല്ലാം ഒന്ന് വായിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആകാശം വിപുലമാവും ധാരാളം വായിക്കുമ്പോൾ. അപ്പോൾ അതിനകത്ത് ആ പാവപ്പെട്ട സ്ത്രീകളുടെ ജീവിതം ഈ അടുത്ത കാലത്തുള്ളതല്ല, പഴയത്. അടുത്ത കാലത്ത് അതിനേക്കാൾ ഭീകരമാണ്. സൈക്കിളെ ഞാൻ അവിടെ ഇവിടെയെല്ലാം ബന്ധിപ്പിച്ചിട്ടാണ്. ഇനി സാർവദേശീയ മാത്രം പറഞ്ഞിട്ട് ആ ടീച്ചർ പോയി എന്ന് ദയവായിട്ട് ചർച്ച കേൾക്കാൻ ഇവിടെ ഇരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇരിക്കാൻ വേണ്ടി തയ്യാറായത് അവിടെ ഒരു രക്തസാക്ഷി ദിനം നടക്കുന്നത് കൊണ്ട് പിന്നെ കവുമ്പായി പാർട്ടി നിർബന്ധമായിട്ട് അവിടെ പോകണമെന്ന്. അപ്പോൾ ഞാനിനി ഈ സാർവദേശീയ രംഗത്തെക്കുറിച്ച് ഒരുപാട് പറയുന്നില്ല. നല്ലതും മോശമുണ്ട്. വെനിസ്വല പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു, ക്യൂബ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു. ചൈന എന്തൊക്കെ പറഞ്ഞാലും അവിടെ ചൈനയെക്കുറിച്ച് ഒരുപാട് തർക്കമൊക്കെ വരാറുണ്ട്. നിങ്ങളൊക്കെ പലരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ അംഗങ്ങളുമാണ്. സമ്മേളനത്തിലൊക്കെ പങ്കെടുത്ത് ഘോരഘോരം ചർച്ച ചെയ്യുന്ന ആളുകളാണ്. ചൈനയിൽ എന്താണ്, സോഷ്യലിസമാണോ മുതലാളിത്താണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോ, ചൈനയുടെ മാതൃകയിൽ സോഷ്യലിസം കെട്ടിപ്പടുക്കുന്നു എന്നാണ് പറയുന്നത്. ചൈന ഒരു രാജ്യത്തിൻ്റെയും പരമാധികാരത്തെ ആക്രമിക്കാൻ പോകാറില്ല. അതിർത്തി തർക്കമൊക്കെ ഉണ്ടാവാൻ ചിലപ്പോൾ. അതല്ലാതെ ഒരു രാജ്യത്തിൻ്റെ പാർലമെൻറ്റിനെ തന്നെ നിഷ്പ്രഭമാക്കി അതിനെ കീഴടക്കാൻ പോകാറില്ല. തങ്ങളുടെ രാജ്യത്ത് പട്ടിണി എങ്ങനെ മാറ്റും? ലോകത്തിലെ ഏറ്റവും വലിയ പട്ടിണി രാജ്യമായ ചൈന സ്വതന്ത്രയാവുന്നത് 49-ലാണ് ചൈനീസ് വിപ്ലവം. നമ്മുടെ രാജ്യം സ്വതന്ത്രമായിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പം ചൈന പട്ടിണി മാറ്റുക മാത്രമല്ല, സർവർക്കും ജോലി കൊടുത്തു. എന്നിട്ട് ലോകത്തിലെ വൻ ശക്തിയായിട്ട് മാറുകയാണ്. നേരത്തെ എന്താ ഇവിടെ കോൺഗ്രസ്സുകാരൊക്കെ പ്രചരിപ്പിച്ചിരുന്നത്? ചൈനയിൽ ആർക്കെന്തറിയാം, അതിൻ്റെ ഉള്ളറകളിൽ എന്ത് നടക്കുന്നു, അവിടെയെല്ലാം കെട്ടുകാഴ്ചകളാണ്. എനിക്ക് ഒരു തവണ ചൈനയിൽ പോകാൻ അവസരം കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവൻ ഇതായിരുന്നു, പോയിട്ട് എന്താപ്പാ അവിടെ ഈ കെട്ടുകാഴ്ച നമുക്ക് കാണിക്കാൻ വേണ്ടി ഒരുക്കി വെച്ച ദൃശ്യങ്ങൾ അല്ലേ. പോകുന്നതിന് മുമ്പേ ഞാൻ VK മാധവൻകുട്ടി എഴുതിയ, അദ്ദേഹം നമ്മുടെ പാർട്ടിയൊന്നുമല്ല, അതേ എഴുതിയ ബുക്ക് വായിച്ചു. അപ്പോൾ അദ്ദേഹം ആമുഖത്തിൽ എൻ്റെ സംശയം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പോകുമ്പോൾ ഇങ്ങനെ സംശയിച്ചു, ഒന്നും കാണാൻ പറ്റില്ല, നമുക്ക് വേണ്ടി ഒരുക്കിയ കാഴ്ചയേ ഉണ്ടാവുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല, ഇരുമ്പ് മറകളായിരിക്കും എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ട് പുസ്തകം എഴുതിയെടുത്ത് പറഞ്ഞ്, വെറുതെയാണ്, ഇരുമ്പ് മറ പോയിട്ട് മുളകൾ കുത്തിയുണ്ടാക്കിയ മറ പോലും ഉണ്ടായിരുന്നില്ല, എനിക്ക് ഗ്രാമത്തിലൊക്കെ പോകാൻ പറ്റിയെന്ന. ഇപ്പം ചില യൂട്യൂബർമാരുണ്ട്, അതിലൊരു സ്ത്രീയുണ്ട്, അവരുടെ പേര് ഞാൻ മറന്നുപോയി, ചൈനയിലെ കാഴ്ചകൾ പകർത്തിയിടുന്നത്. അവരൊരു ക്രിസ്ത്യൻ പള്ളി കയറിയിട്ട് പറഞ്ഞു, ചൈനയിൽ പള്ളിയില്ല എന്നല്ലേ പറയുന്നത്, ഇതേ ആളുകൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു അല്ലേ. അവരൊരു മുസ്ലിം പള്ളിയിൽ പോയിട്ട് പറഞ്ഞു, ഇതാ അതൊരു മോസ്കാണ്, ആളുകൾ നിസ്കരിക്കുന്നു. ഇപ്പം ചൈനയെ കാണാം. പിന്നെ ലോകത്തിൽ ഏറ്റവും വേഗത കൂടിയ ട്രെയിനും എന്തൊക്കെ അത്ഭുതങ്ങളാണ് അവിടെ. ഞാൻ അതിലേക്ക് പോകുന്നു. ചൈനയിലെ മഹാത്ഭുതങ്ങളൊക്കെ പഠിച്ച് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോൾ ഈ ചൈനയുടെ മാറ്റത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയണം ആളുകളോട്. അവർക്കതെല്ലാം കേൾക്കാൻ ഇഷ്ടമായിരിക്കും. ഒരു വലിയ പ്രകാശവേഗത പോലെ ഓടുന്ന ട്രെയിനിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറയരുതോ മനുഷ്യന്മാരോട് അല്ലേ? അവർക്ക് കേൾക്കാനെന്ത് താല്പര്യം ഉണ്ടാവും. അതെല്ലാം പറയാം. അതിൻ്റെ അർത്ഥം എല്ലാവരുടെ പട്ടിണി മാറ്റിയാലും വൻകിട വികസനമാകും എന്നുള്ളതാണ്. നമ്മൾ അത്തരം ചില ആശയങ്ങളാണ് കേരളത്തിൽ എടുക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷം ഉള്ളയിടങ്ങളിൽ മനുഷ്യർക്ക് ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു. ഇടതുപക്ഷത്തിന് സ്വാധീനമില്ലാത്തിടത്ത് മതങ്ങൾ മേധാവിത്വം പുലർത്തുന്നു,
വലിയ കോർപ്പറേറ്റ് മുതലാളിമാർ സ്വകാര്യവൽക്കരണത്തിലേക്ക് നീങ്ങുന്നു, മേധാവിത്വം പുലർത്തുന്നു. അവിടെ മനുഷ്യർക്ക് ഈ സമത്വവും സന്തോഷവും അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ പറയണം. ഇനി നമ്മൾ ജെൻഡർ ഇഷ്യൂസ് വരുമ്പോൾ ലോകത്തിലാകെ നമ്മൾ 1907 മുതൽ നമ്മൾ അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ നടത്തിയതും ബീജിംഗ് പ്രഖ്യാപനവും അതൊക്കെ പഠിച്ചു വെക്കണം. UN സെക്യൂരിറ്റി കൗൺസിൽ പാസാക്കിയ പ്രമേയത്തെക്കുറിച്ച് പഠിക്കണം. സ്ത്രീകളുടെ ജീവിതാവസ്ഥ ഏറ്റവും കൂടുതൽ നന്നായി വരേണ്ടുന്ന നൂറ്റാണ്ടിൽ നന്നായി വരികയാണോ? സ്ത്രീകളുടെ ജീവിതാവസ്ഥയും മുതലാളിത്ത രാജ്യങ്ങളിൽ, മതപരമായ ഭരണമുള്ള രാജ്യങ്ങളിൽ കൂടുതൽ അപകടത്തിലേക്ക് നീങ്ങുന്നു. ആ 17-ാം നൂറ്റാണ്ട്, 18-ാം നൂറ്റാണ്ട്, 19-ാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായ എൻലൈറ്റൻമെൻറ്റ് പോലും ഇല്ലാത്ത വിധം വലിയ, ഞാൻ നേരത്തെ പറഞ്ഞ അഫ്ഗാൻ്റെയൊക്കെ മോഡലിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ പഠിക്കണം. മുതലാളിത്തത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ചില കാര്യങ്ങൾ സ്ത്രീവിരുദ്ധമായിട്ട് ഉപയോഗിക്കാൻ കൂടി തയ്യാറാകുന്നു. സൈബർ ലോകം ഇല്ലേ, സൈബർ ക്രൈം എന്ന് പറയുന്ന പുതിയ ക്രൈം ഈ നൂറ്റാണ്ടിൽ വന്നിരിക്കുക. അത് വളരെ രൂക്ഷമാണ്. അതുപോലെ തന്നെ AI സാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അത് എല്ലായിടെയും ഉണ്ട്. മുതലാളിത്ത ലോകത്തിലും ഉണ്ട്, സോഷ്യലിസ്റ്റ് മേഖലകളിലും ഉണ്ട്. അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം? അതിനെ സ്ത്രീവിരുദ്ധമായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ ഈ സമൂഹം കെട്ടുപോകും. അതിനെ സ്ത്രീവിരുദ്ധമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുഖേന സ്ത്രീകളുടെ നഗ്നചിത്രങ്ങളും സ്ത്രീകളുടെ ദ്രോഹിക്കുന്ന വൈകൃതങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ രാജ്യത്തേക്ക് വന്നാൽ ഈ ലോകത്തിലെ ഈ പറയുന്ന സാമ്രാജ്യത്വ അധിനിവേശം അതിവിടെ ഉണ്ടായിരിക്കുക. ഇന്ത്യൻ ഭരണാധികാരികൾ വൻകിട കോർപ്പറേറ്റുകളുടെ പ്രതിനിധികളാണ്, അതുപോലെ തന്നെ ഭൂസ്വാമിമാരുടെ പ്രതിനിധികളാണ്. സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ ഫ്യൂഡലിസം ഇല്ലാണ്ടാവുമെന്നാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര സേനാനികളിൽ മഹാഭൂരിപക്ഷവും വിശ്വസിച്ചത്. പക്ഷേ ഇന്ത്യയിലെ ഗവൺമെൻറ് കോൺഗ്രസ് ആ ജനാധിപത്യ പ്രക്രിയ ഉണ്ടാക്കിയില്ല. വിപ്ലവം എന്ന് പറയാറില്ല ഇടയ്ക്കിടയ്ക്ക്. എന്തെല്ലാം വിപ്ലവം? ജനാധിപത്യ വിപ്ലവമുണ്ട്, സോഷ്യലിസ്റ്റ് വിപ്ലവമുണ്ട്. CPIM എന്ന് പറയുന്ന പാർട്ടി ഏത് വിപ്ലവ പറയുന്നത്? ഏത് വിപ്ലവ കൂട്ടരെ പറയുന്നത്? CPIM ജനാധിപത്യ വിപ്ലവം അല്ലേ? സോഷ്യലിസ്റ്റ് വിപ്ലവം പറയുന്നത് ആഗ്രഹം സോഷ്യലിസമാണ്, പക്ഷെ പറയുന്നത് ജനാധിപത്യ വിപ്ലവം. അത് ബൂർഷ്വാസി നടത്തേണ്ടതാണ്. പക്ഷേ സ്വതന്ത്ര ഇന്ത്യയിലെ ഭരണാധികാരികൾ ആ ജനാധിപത്യ വിപ്ലവം നടത്താത്തത് കൊണ്ട് അത് നടത്തേണ്ട ഉത്തരവാദിത്വം കൂടി അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ ചുമലിലാണ്. നമ്മൾ ജനാധിപത്യ വിപ്ലവത്തിന് വേണ്ടി സമരം ചെയ്യുന്നു, തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ്. അതുകൊണ്ട് അതിനെ ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്നു അല്ലേ? 47 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 78 കൊല്ലം കഴിഞ്ഞിട്ടും മനുഷ്യന് അവൻ്റെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല. കേരളത്തിൽ 57-ലെ ഗവൺമെൻറ് കുടിയൊഴിപ്പിക്കൽ കൊണ്ടുവന്നു, 67-ൽ ഭൂപരിഷ്കരണം കൊണ്ടുവന്നു, പിന്നെ 90-ൽ സാക്ഷരതാ യജ്ഞം, 98-ൽ കുടുംബശ്രീ ഇല്ലേ, തുടർ വിദ്യാഭ്യാസ പ്രക്രിയ, 2016-ൽ പിണറായി ഗവൺമെൻറ് വന്നപ്പോൾ 4 മിഷനുകൾ. ഇതിനെല്ലാം വലിയ പ്രസക്തിയുണ്ട്, വെറുതെ ഒറ്റവാക്ക് പറയാൻ കഴിയുന്നതല്ല. ഇതൊക്കെ ഈ കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എത്രയാ കൂട്ടരെ? പെൺകുട്ടികളെ പഠിപ്പിക്കാതിരുന്ന കർഷക തൊഴിലാളികൾ 57-ലെ ഗവൺമെൻറ്റിന് ശേഷം പെൺകുട്ടികൾ സ്കൂളിൽ ചേർക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഒരക്ഷരം പഠിച്ച ടീച്ചറും ഡോക്ടറും അല്ലേ, വക്കീലും. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിച്ച് വക്കീലാക്കിയത് കൊണ്ട് ഓളടുത്ത് പൈസയുണ്ട് ജീവിക്കുന്നത്. നിങ്ങളെ പാർട്ടി എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ദേഷ്യമൊന്നും വരണ്ട, മെല്ലെ ഇരുത്തിയിട്ട് പറയുക, നോക്കൂ ഇങ്ങനെ പഠിക്കാനും വക്കീലാവാനും ആ കോൺഗ്രസ്സുകാർ കുറേ കാലം ഭരിച്ച ഉത്തർപ്രദേശിൽ ഇപ്പോഴും മഹാഭൂരിപക്ഷത്തിനും കഴിയുന്നില്ല. അപൂർവം പേർക്കേ കഴിയുന്നുള്ളൂ. അവിടെ ദളിതർ പഠിച്ചാൽ കൊന്നുകളയും, ആക്രമിക്കും അവരെ. ഇവിടെ ആർക്കും പഠിക്കാം ഇല്ലേ? ആ മാറ്റം നമ്മൾ ഇടയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ കേരളത്തിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം ഇപ്പോഴും തുടരുന്നു, ഇടതുപക്ഷ ആശയഗതികൾ. ഉത്തരേന്ത്യയിൽ അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ട് ഇപ്പോഴും ആ ഫ്യൂഡൽ കെട്ടുബന്ധങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ലോകത്തിലെ അസമത്വത്തെക്കുറിച്ച് തോമസ് പിക്കറ്റി എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ പഠനം നടന്നു അടുത്തയിടെ. ഇന്ത്യയെക്കുറിച്ച് പഠിച്ചപ്പോൾ 200 പേരടങ്ങിയ വിദഗ്ധരും തോമസ് പിക്കറ്റിയൊക്കെ ചേർന്നിട്ട് പഠിച്ചതാ. ലോകത്തിൻ്റെ നാനാഭാഗത്തും
പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് ജനങ്ങളെയൊക്കെ വിലയിരുത്തി പഠിച്ചു. 3 പഠനങ്ങൾ ഈ പോവർട്ടിയെക്കുറിച്ച്, അതുപോലെ വേൾഡ് ഇൻഇക്വാലിറ്റി റിപ്പോർട്ട് എന്ന പേരിൽ ലോകം സമത്വത്തിലാണ്. ദരിദ്രർ പരമദരിദ്രരാണ്. മുതലാളിത്ത ലോകം അതിസമ്പന്നരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ എണ്ണം വളരെ കുറവാണ്. അതിസമ്പന്നരുടെ, അതിദരിദ്രരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇന്ത്യയെക്കുറിച്ചുള്ള റിപ്പോർട്ട് 2018 ഒന്ന് പ്രസിദ്ധീകരിച്ചത്. പിന്നെ 2022, ഇപ്പോൾ 2025-26 വേണ്ടി റിപ്പോർട്ടും വന്നു. അപ്പോൾ അവർ പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുള്ള അതിദാരിദ്ര്യത്തിൻ്റെ കണക്ക് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു എന്നാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ദാരിദ്ര്യം അതങ്ങനെ തന്നെ തുടരുന്നു എന്നാണ്. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് അതിസമ്പന്നരുടെ എണ്ണത്തിലാണ്. ഇപ്പോൾ വലിയ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളായിട്ടുള്ള കോടീശ്വരന്മാർ, അത്തരം കുടുംബങ്ങൾ 271 ഉണ്ട് ഇന്ത്യയിൽ. 271 പണക്കാർ മാത്രമേ ഉള്ളൂ എന്നല്ല, മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളോട് മത്സരിക്കാൻ കഴിയുന്ന ലോകത്തിലെ 10 കോർപ്പറേറ്റുകളെ എടുത്താൽ അദാനി ആ കൂട്ടത്തിലുണ്ട്. അദാനി അടുത്ത കാലത്ത് വളർന്നു വന്നതാ. അംബാനി ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഈ ലോകത്തിൽ അതിസമ്പന്ന 2023 മാത്രം 94 കുടുംബങ്ങൾ പുതുതായിട്ട് അതിസമ്പന്നരായി മാറി. എന്നാൽ അതിദാരിദ്ര്യത്തിൻ്റെ കണക്ക് പ്രസിദ്ധീകരിച്ചു, എക്സ്ട്രീം പോവർട്ടി. ആ കണക്ക് പ്രസിദ്ധീകരിച്ചപ്പോൾ ലോകത്തിലെ 117 രാജ്യങ്ങളെ പട്ടികപ്പെടുത്തിയ ഒരു കണക്കിൽ, പല കണക്കും വരുന്നുണ്ട്, 125 രാജ്യങ്ങളുടെ കണക്കുണ്ട്, 117 രാജ്യങ്ങളുടെ അതെല്ലാം വരുന്നുണ്ട്. ഏത് കണക്കെടുത്താലും ഇന്ത്യയുടെ സ്ഥാനം ദാരിദ്ര്യം കൂടുന്നതിനനുസരിച്ച് താഴോട്ട് എഴുതിയാൽ 100ഉം 105ഉം ഒക്കെയാണ്. കേട്ടില്ലേ? ബംഗ്ലാദേശിനേക്കാൾ, പാകിസ്ഥാനേക്കാൾ, ശ്രീലങ്കയേക്കാൾ പിറകിലാണ് നമ്മൾ. അതിനേക്കാൾ ദാരിദ്ര്യമുള്ള രാജ്യമാണ്. എന്ത് മാറ്റാണോ ഈ 78 വർഷം കൊണ്ട് ഈ സ്വതന്ത്ര ഇന്ത്യയിലെ കോൺഗ്രസും BJP കൂടി ഉണ്ടാക്കിയത്? ഇത് പറഞ്ഞ് പഠിപ്പിക്കണ്ടേ മനുഷ്യരെ? ഉള്ള കണക്കല്ലേ അത്. കേരളത്തിൽ ഇപ്പോഴും അതിദാരിദ്ര്യം കണ്ടുപിടിക്കാനും പരിഹരിക്കാനും ശ്രമിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു വീട് ബാക്കിയായി പോയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളുടെ ധർമ്മം എന്താ? പോയിട്ട് അതിനെ എടുത്ത് കാണിച്ചിട്ട് എവിടെ അതിദാരിദ്ര്യം മാറിയോ? ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത്, പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് മാതൃഭൂമി ചാനലിലെ 2 ചെറുപ്പക്കാർ എൻ്റെ അടുത്ത് വന്നു. അവരൊരു നല്ല പരിപാടി, ഇലക്ഷൻ നടക്കുന്നിടത്തൊക്കെ പോവുകയാണ് ഒരു സ്കൂട്ടറുമായിട്ട്. പരിപാടിയുടെ പേര് വോട്ടർ സൈക്കിൾ ഡയറി. ഞാൻ പറയുമ്പോ ചെകുവേരിയുടെ മോട്ടോർ സൈക്കിൾ ഡയറി എന്നൊക്കെ പറയും പോലെ ഉണ്ടല്ലോ, നിങ്ങളാര്? അപ്പോൾ പറഞ്ഞു, അതെ ടീച്ചറെ, വോട്ടർ സൈക്കിൾ ഡയറി. പഞ്ചായത്ത് കേരളത്തിൽ എല്ലായിടത്തും പോവുകയാണ്, ഞങ്ങൾ എല്ലാ ജില്ലയിലും. നിങ്ങൾ വേറെ എവിടെയൊക്കെ പോയ ബീഹാർ ഇലക്ഷൻ്റെ സമയത്ത് അവിടെ പോയിരുന്നു. അത് ടീച്ചറിനെ കാണിച്ചു തരാം. ഞങ്ങൾ ബീഹാർ ഇലക്ഷന് പോയിട്ട് ഇവർക്ക് ഒരു ഗ്രാമം കാണണം. ഒരു ഗ്രാമം കാണാൻ കേരളത്തിൽ വലിയ പ്രയാസമാണ്. കാരണം കേരളം ആകെ ഇപ്പം എന്തായിപ്പോയി, റർബനായിപ്പോയി. എന്നാലും കേരളം എല്ലാം തുറന്നിട്ടാണ്, എവിടെയും പോവാം. ബീഹാറിൽ അങ്ങനെ എല്ലാ പറമ്പത്തും വീടൊന്നുമില്ല. അവിടെ EMS വന്നിട്ടില്ല, അവിടെ ഭൂപരിഷ്കരണം നടന്നിട്ടില്ല, അവിടെ ഭൂമി രജിസ്ട്രേഷൻ ഇല്ല. ഇപ്പോഴും ലാൻഡ് ലോഡിൻ്റെ കയ്യിലാണ് മഹാഭൂരിപക്ഷം ഭൂമിയും. അതുകൊണ്ട് ആ പറമ്പത്തൊന്നും വീടെടുക്കാൻ പറ്റൂല. ഈ പാടത്ത് പണിയെടുക്കുന്നവർക്ക് ഈ പാടശേഖരത്തിൻ്റെയൊക്കെ ഒരു അറ്റത്തൊരു സ്ഥലം കാണിച്ചു കൊടുക്കും. അവിടെയാണ് ചെറിയ ചെറിയ കുടിലുകൾ കെട്ടി പണിയെടുക്കുന്നവർ താമസിക്കുന്നത്. അത് കാണാൻ വേണ്ടി പുറപ്പെട്ട് കുണ്ടൻ ഇടവഴികൾ പോലുള്ള റോഡുകളിലൂടെ കടകടാന്ന് പറഞ്ഞ് സ്കൂട്ടർ അവിടെ പോയി ഗ്രാമത്തിലങ്ങ് കയറ്റിയപ്പോൾ മൂക്ക് പിടിക്കാട്ടൊക്കെ കയറാൻ പറ്റൂല. നിങ്ങളാരും കണ്ടോ? യൂട്യൂബിൽ വോട്ടർ സൈക്കിൾ ഡയറിന്ന് മാതൃഭൂമിന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ എന്തൊരു നാറ്റം, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, പിന്നെ ഞങ്ങളെന്താ ചെയ്യേണ്ടത്? രാവിലെ എണീറ്റാലും ഞങ്ങൾക്ക് മലവിസർജനം ചെയ്യണ്ടേ? മനുഷ്യരല്ലേ? ഈ വിശാലമായ പറമ്പ് കാണുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കുറേ ദൂരെ പോയിക്കൂടെ? അപ്പോൾ അവർ പറഞ്ഞു, അവിടെയാ, അതെല്ലാം ജന്മയുടെ പറമ്പാ, ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ഈ ചുറ്റുവട്ടേ ഉള്ളൂ. അവിടെ ആരും കാണാതെ പാതിരാത്രിക്ക് പോയി സാധിക്കാമെന്ന് വിചാരിച്ചാൽ പോയി കുത്തിരിക്കുമ്പം ജന്മയുടെ ഗുണ്ടകൾ മുട്ടം വടിയുമായിട്ട് മണ്ടക്കടിക്കാൻ നിൽക്കുന്നുണ്ട്, ഇവിടെ വൃത്തികേടാക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ ദുസ്സഹമായ അവസ്ഥ എന്താ? സ്വതന്ത്ര ഇന്ത്യ, എല്ലാവർക്കും സ്വാതന്ത്ര്യം, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ്, അവരുടെ യോഗക്ഷേമത്തിലും ഐശ്വര്യത്തിലുമാണ് എൻ്റെ താല്പര്യം എന്ന് പ്രതിജ്ഞയെടുത്ത കുട്ടികളൊക്കെ എവിടെ പോയി? ഇത് കാണുന്നുണ്ടോ? ആ പാവങ്ങൾ അവിടെ തന്നെ മലവിസർജനം ചെയ്യുന്നു, അവിടെ തന്നെ ഭക്ഷണം കഴിക്കുന്നു, അവിടെ തന്നെ പ്രത്യുൽപാദന കർമ്മം നിർവഹിക്കുന്നു, അവിടെ തന്നെ ജീവിക്കുന്നു. ഇത് സ്വതന്ത്ര ഇന്ത്യ.
ഞാനെന്നിട്ട് ഈ കുഞ്ഞുമക്കളോട് പറഞ്ഞു, ചെറുപ്പക്കാരോട്, ആഹാ അതെല്ലാം എടുത്ത് ഇങ്ങ് വന്നിട്ടുണ്ട്, ഇനിയിപ്പം നിങ്ങൾ പോയിട്ട് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ഷെഡ് കെട്ടിയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കാണിച്ചിട്ട് അതിദാരിദ്ര്യമുക്തായവൻ ചോദിക്കാനിരിക്കുക. ഇങ്ങനെ ഒരു കാഴ്ച ഒരു ഗ്രാമം കാണുമോ നിങ്ങൾ? അപ്പോൾ അവൻ ചിരിച്ചോണ്ട് പറഞ്ഞു, അങ്ങനെ ചെയ്യൂലോ ടീച്ചറെ. ഞാൻ പറഞ്ഞു, അതാണ് നിങ്ങളുടെ ധർമ്മം, അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ കാസർഗോഡ് പോയിട്ട് അവിടുത്തെ കുടുംബശ്രീ അയൽക്കൂട്ടം വലിയ 25 ഏക്കർ സ്ഥലങ്ങാറ്റ് ഏറ്റെടുത്തിട്ട് കൃഷി ചെയ്ത് അതിനെ കൊണ്ട് കുറേ കുടുംബങ്ങൾ ജീവിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് പിടിച്ചു കൊടുത്തതെന്ന് പറഞ്ഞു. അത്രയും നല്ലത്. ഞാൻ പറഞ്ഞു, ആദിവാസി കേന്ദ്രത്തിലൊക്കെ പോയാൽ ചിലപ്പോൾ പൂർത്തിയാകാത്ത വീടുകളൊക്കെ ഇനിയും കണ്ടേക്കും, അതും കൂടി ശരിയാക്കണം നമുക്ക്, വേണ്ടെന്നല്ല, അതാണ് വേണ്ടത് ഇനി. പക്ഷെ അതല്ല കേരളം, അത് മാത്രമല്ല, കേരളം പതിയെ മാറുന്നു, ഇന്ത്യ അങ്ങനെ തന്നെ നിൽക്കുന്നു. അതാണ് ഇന്ത്യയുടെ. മോദിയുടെ ഭരണം വന്നപ്പോൾ കോൺഗ്രസിൻ്റെ ഏട്ടനായി, 2 ബുദ്ധിമുട്ടായി. ഇത് ഇരട്ടപ്പിശാചാണ് അല്ലേ? ഒന്ന്, മുതലാളിത്ത സാമ്പത്തിക നയം, എല്ലാം സ്വകാര്യവൽക്കരിക്കുന്നു. മറ്റത് കടുത്ത വർഗീയത, ഫാസിസ്റ്റ് പ്രവണത അല്ലേ? അത് അവർ തീരുമാനിക്കുന്ന വലിയ സവർണരായിട്ടുള്ള ആളുകൾ, ആര്യരക്തം, അവർ മാത്രം ജീവിച്ചാൽ മതി. ഹിറ്റ്ലർ വന്ന് ബിയലാങ്കരെ പോലും പിടിച്ചു കൊന്നു കളഞ്ഞിരുന്നു. അംഗവൈകല്യത്തോട് ജനിച്ചാൽ പിന്നെ ജീവിക്കേണ്ടെന്ന, കറകളഞ്ഞ മനുഷ്യരെ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളൂ. ഒരമ്മേൻ്റെ മടിയിൽ നിന്ന് കാലിന് മുടന്നുള്ള ഒരു കുഞ്ഞിനെ പറിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് വെട്ടിക്കൊന്നാൽ ഇത് തോന്നുന്നു നിങ്ങൾക്ക്? അമ്മ എന്താ പറയുക? മുടന്തരങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഞാൻ അതിനെ സംരക്ഷിച്ചോളും അല്ലേ? അതല്ലേ മനുഷ്യസ്നേഹം? ഇവിടെ ബഡ്സ് സ്കൂൾ തുടങ്ങുന്നു, ഓട്ടിസം, സെർബൽ പൾസി, അങ്ങനെ അത് പോരാന്നാണ് നമ്മുടെ അഭിപ്രായം. പക്ഷെ ഇത് അത്തരം കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ആ രക്ഷിതാക്കളുടെ തരക്കേടാണ്. അതുകൊണ്ട് ആ കുഞ്ഞിനെ പിടിച്ചു പറിച്ചു കൊണ്ടുപോയിട്ട് കൊന്നുകളയുന്ന ക്രൂരതയാണ് അരങ്ങി. ആ ക്രൂരതയിലേക്കാണ് ഇന്ത്യ പോകുന്നത്. ആ ഫാസിസ്റ്റ് പ്രവണതകളാണ് നരേന്ദ്രമോദി കാണിക്കുന്നത്. അതുകൊണ്ട് രാജ്യം ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള അതേ ദാരിദ്ര്യത്തിൽ നിൽക്കുന്നു. ബീഹാറിൽ അതിദരിദ്രർ 100ൽ 30%. കേരളത്തിൽ അതിദാരിദ്ര്യത്തിന്റെ കണക്കെടുത്തപ്പോൾ 0.7% 60,000 ചില്ലുവാനും കുടുംബങ്ങളല്ല മീര. അത് നമ്മൾ അതിദാരിദ്ര്യം പരിഹരിക്കാൻ വേണ്ടി റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുത്തു, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിക്കാൻ ശ്രമിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരും മെമ്പർമാരും പഞ്ചായത്തുകാരെ സഹായിച്ച മഹിളാ അസോസിയേഷൻ്റെ യൂണിറ്റ് സെക്രട്ടറിമാരും ലോക്കൽ സെക്രട്ടറിമാരും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഇല്ലേ? നമ്മളത് പരിഹരിച്ചില്ലേ? എന്ന് വെച്ചാൽ കേരളത്തിലെ മുഴുവൻ ദാരിദ്ര്യവും പോയി എന്നല്ല, കേവല ദാരിദ്ര്യമുണ്ട്, അതിന് പരിഹരിക്കണം നമുക്ക്. അവിടേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ കാണേണ്ടത് ഈ ഗവൺമെൻറ്റുകൾ, BJPയും കോൺഗ്രസും വൻകിടക്കാരെ സഹായിച്ചു. 6,15,677 കോടി രൂപ നരേന്ദ്രമോദി ഗവൺമെൻറ് സമ്പന്നരുടെ ലോൺ എഴുതി തള്ളി. നോൺ പെർഫോമിംഗ് അസറ്റ് NPA, ലോൺ എടുക്കുക, തിരിച്ചടക്കാണ്ടിരിക്കുക, ആ ലോൺ അങ്ങനെ തന്നെ നിർത്തുക. 2-3 കൊല്ലം കഴിയുമ്പോൾ നരേന്ദ്രമോദി വിളിച്ചിട്ട് നിങ്ങളിനി അടക്കണ്ടെന്ന് പറയുക. നമ്മുടെ RBIയിൽ, റിസർവ് ബാങ്കിൻ്റെ പരിധിയിൽ വരുന്നത് എവിടെ? ഈ രാജ്യത്തിൻ്റെ ഖജനാവിൽ പണം ഉണ്ടാവും. അപ്പോൾ സമ്പന്നർക്ക് എന്ത് വഴിവിട്ട സഹായവും ചെയ്തു കൊടുത്തുകൊണ്ട് നരേന്ദ്രമോദി ഭരിക്കുകയാണ്. അത് ഇന്ത്യയും കേരളത്തെയും. ഇന്ത്യ ഇപ്പം വലിയ കടക്കണിയില്ല. കേരളം കടമെടുക്കുന്നത് തടസ്സപ്പെടുത്തുന്നുണ്ട് അവർ. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് കയ്യിലെ കാശ് അദാനിയുടെ പോക്കറ്റിലേക്ക്, എന്നിട്ട് വെളിയിൽ നിന്ന് കടമെടുത്ത് ഈ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇൻഷുറൻസ് മേഖല സ്വകാര്യവൽക്കരിച്ചു. ഇപ്പം പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഷുറൻസ് മേഖലയിൽ. നിങ്ങൾ ശ്രദ്ധിച്ചോ സാഹുക്കളെ? 100% നമ്മുടെ രാജ്യത്തിൻ്റെ ഖജനാവിലേക്ക് ലാഭവിഹിതം ഒഴുക്കുന്ന നമ്മുടെ പബ്ലിക് ഇൻഷുറൻസ് സിസ്റ്റത്തെ പോലും തകർത്തിട്ട് അവിടെയെല്ലാം സ്വകാര്യ നിക്ഷേപം വന്നാൽ ആ ഇൻഷുറൻസ് കമ്പനി ഉണ്ടാക്കുന്ന ലാഭം ഇന്ത്യയുടെ ഖജനാവിലേക്കല്ല വരിക. അതിൻ്റെ വിഹിതം എങ്ങോട്ട് പോകും? ആ നിക്ഷേപം ഷെയർ എടുത്തിട്ടുള്ള കോർപ്പറേറ്റുകളുടെ പോക്കറ്റിലേക്ക് പോകും. അപ്പോൾ പിന്നെ എവിടെയാണ് രാജ്യം ഭരിക്കാൻ പണം ഉണ്ടാവുക? അപ്പോൾ എന്ത് അപകടകരമായ നയമാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ആ ഇൻഷുറൻസ് മേഖലയെ തകർക്കുന്നതിനെതിരെ ഈ വരുന്ന പണിമുടക്ക്, കേരളത്തിൽ തൽക്കാലം ചെറിയ ഒരുക്കങ്ങൾ തെരഞ്ഞെടുപ്പിനൊക്കെ നടത്തുന്നതുകൊണ്ട് പണിമുടക്ക് കേരളത്തിലില്ല, എന്നാലും CITUവിൻ്റെ നേതൃത്വത്തിലുള്ള പ്രകടനമൊക്കെയുണ്ട്. അതിലെല്ലാം എല്ലാവരും പങ്കെടുക്കണം. എല്ലാം സ്വകാര്യവൽക്കരിക്കുകയാണ്, യാതൊരു തരത്തിലുള്ള മടിയുമില്ലാതെ. പെൻഷൻ അത് ഗവൺമെൻറ് കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ്. ആളുകളുടെ പണം കുറച്ച് ഗവൺമെൻറ്റിൻ്റെ സംഭാവന കുറച്ച്, അങ്ങനെയല്ലേ ഒരു ഗവൺമെൻറ് ജോലി? അതൊരു സുരക്ഷിതത്വമായിരുന്നില്ലേ നമുക്ക്? ആ തൊഴിൽ സുരക്ഷിതത്വം ഇല്ലാതാവുകയാണ്. ഇനി കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്നെല്ലാം പറഞ്ഞു. ഇപ്പോൾ സ്വകാര്യ കമ്പനിയെ പെൻഷൻ ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് ആ പെൻഷൻ ഇതാക്കണം. ഇൻഷുറൻസും അങ്ങനെ പൂർണ്ണമായിട്ട്. ഇപ്പം ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്താണ്
തോമസ് ഐസക് സാവ് പറഞ്ഞു, ധനകാര്യമന്ത്രി, നമുക്ക് ആരോഗ്യ മേഖലയിൽ ഒരു ഇൻഷുറൻസ് പ്രഖ്യാപിക്കണം, കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ്. അപ്പോൾ ആയുഷ്മാൻ എന്ന് പറഞ്ഞ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചോണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, ഞങ്ങൾ കേരളത്തിനായിട്ടൊരു ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. JP നഡ്ഡ അന്ന് ആരോഗ്യ മന്ത്രിയാണ് കേന്ദ്രത്തിലെ, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം നിങ്ങൾ ഇതിനകത്ത് സൈൻ ചെയ്യണം ആയുഷ്മാനിൽ. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആയുഷ്മാനിൽ ആകെ തരുന്നത് കുറച്ച് പൈസ മാത്രമാണ്. അതിന് ഒരു ചെറിയ ശതമാനം, അത് 18 ലക്ഷം കുടുംബങ്ങൾക്ക് പെൻഷൻ ഇൻഷുറൻസിൽ ചേർത്താൽ അവരുടെ പ്രീമിയത്തിൻ്റെ 40% നിങ്ങൾ തരുന്നത്. 18 ലക്ഷത്തിൻ്റെ 40%. നമുക്കിവിടെ 42 ലക്ഷം കുടുംബങ്ങളുടെ മുഴുവൻ പ്രീമിയം അടക്കണം. നിങ്ങൾ 18 ലക്ഷത്തിൻ്റെ 60% നമ്മൾ അടക്കണം, ബാക്കിയുള്ളതിൻ്റെ മുഴുവൻ നമ്മൾ അടക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഒന്നും ഒപ്പിടാൻ മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ അവരോട് സംസാരിച്ചിട്ട് നോക്ക്, ഒപ്പിടാതിരുന്നാൽ നല്ലത്. അവസാനം വിളിച്ചിട്ട് നിർബന്ധിച്ച് പറഞ്ഞു, എന്തായാലും കേരളം ഒപ്പിടണം, ഞങ്ങൾക്കതൊരു വിശ്വാസ്യതയാണ് കേരളം ഒപ്പിട്ടാൽ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കണ്ടീഷൻ, കേരളത്തിൻ്റെ പേര് വെക്കും ഇൻഷുറൻസ് പദ്ധതിക്ക്, ഞങ്ങൾ നടത്തും. നിങ്ങൾ തരുന്ന RSBYയുടെ പൈസ അത് ഉപേക്ഷിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. 100-200 കോടി വരും, അത് ഉപേക്ഷിക്കുക, അത് തരണം എന്ന് പറഞ്ഞ അവസാനം ആദ്യം സമ്മതിച്ചിട്ടില്ല. അവരുടെ പേര് ആയുഷ്മാനെ കൊടുക്കാവൂ എന്ന് പറഞ്ഞു. അവസാനം സമ്മതിപ്പിച്ചിട്ട് നമ്മൾ നമ്മുടെ പേരിട്ടു, കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഓക്കെ. അപ്പോഴാണ് അടുത്ത കുരിശ് വരുന്നത്. ഇത് കേന്ദ്രം ഏൽപ്പിക്കുന്നത് ഈ റിലയൻസിനെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇൻഷുറൻസും റിലയൻസിനെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം ടെൻഡർ ചെയ്യേണ്ട വന്നു. ടെൻഡർ ചെയ്ത് RSBY റിലയൻസ് വഴിയാണ് നടത്തുന്നത്. ടെൻഡർ ചെയ്തു, നമ്മൾ ഗവൺമെൻറ്റിൻ്റെ പൈസ എടുത്ത് റിലയൻസിന് കൊടുക്കുക, റിലയൻസ് ആശുപത്രികൾക്ക് കൊടുക്കുക. ഇതിൽ നമ്മൾ സാധാരണ നാട്ടുമ്പുറത്ത് പറയില്ല, ഒരു ചേപ്പറക്കേടുണ്ട് അതിൽ നിന്ന്. എനിക്ക് ഈ നാടൻ ഭാഷയൊക്കെ നമ്മൾ പ്രയോഗിക്കാറുണ്ടല്ലോ അല്ലേ, ഇവിടെ ഇല്ലേ? എന്തോ ഒരു സുഖമില്ലായിക. അതെ, സുഖമില്ലായിക. അപ്പോൾ ഞാൻ എൻ്റെ ഹെൽത്ത് സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഒരു സുഖമില്ലല്ലോ, നമുക്ക് തന്നെ നടത്തിക്കൂടെ? അപ്പോൾ അയാൾ എന്നെ ഭീഷണിപ്പെടും. അയാൾ പറഞ്ഞു, മിനുസ് എന്താ വിചാരിച്ചിരിക്കുന്നത്, ഈ ഡോക്ടർമാരെയും വെച്ചിട്ട് ഇൻഷുറൻസ് പരിപാടി നടത്താനോ? നടന്നു തന്നെ, ഇവർക്ക് ആസ്പത്രി പോകാൻ തന്നെ നേരമില്ല, അതുകൊണ്ട് അത് പൊളിഞ്ഞ് പാളീസാവും. RSBY നടത്തുന്നത് അവരാണ്, റിലയൻസ് ആണ്, നമുക്ക് അവർക്ക് കൊടുത്തേ മതിയാവുള്ളൂ. ആദ്യത്തെ വർഷം ടെൻഡർ ചെയ്തു, റിലയൻസും ബജാജും കോട്ട് ചെയ്തു. ബജാജും 3000 റുപ്യ പ്രീമിയം അടക്കണമെന്ന്, റിലയൻസ് 1700 റുപ്യ പ്രീമിയം അടക്കണമെന്ന്. ഇപ്പം നമ്മൾ റിലയൻസിനെ ഓപ്റ്റ് ചെയ്തു. എനിക്കിത് അസ്വസ്ഥതയായി. പിന്നെയും ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണറായ രത്തൻ കേൽക്കർ എന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ രത്തനെ വിളിച്ചിട്ട് പറഞ്ഞു, രത്തൻ, നമുക്കൊരു ഇത് നടത്തിക്കാനൊരു സംഘം ഉണ്ടാക്കിക്കൂടെ? അയാൾ മിടുക്കനായിരുന്നു. അയാൾ പറഞ്ഞു, പിന്നെന്താ മേഡം, നമുക്ക് സ്റ്റേറ്റ് ഹെൽത്ത് അതോറിറ്റി രൂപീകരിക്കാം, എന്നിട്ട് അതുവഴി നടത്താം. ഞാൻ അതിലേക്ക് ദീർഘമായി പോയ സമയം പോവും. ചുരുക്കി പറഞ്ഞാൽ സ്റ്റേറ്റ് ഹെൽത്ത് അതോറിറ്റി രൂപീകരിച്ചു. അതിനൊരു നല്ല ഓഫീസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു രത്തൻ കേൽക്കറോട്. ഓഫീസായിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഓഫീസ് ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ ഒരു മിഞ്ഞ. എന്നിട്ട് എന്നോട് പറഞ്ഞു, മാഡം അവിടെ വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, വരണം. എന്താ ഓഫീസ് തീരെ ഗുണമില്ല? നല്ല ഗുണമുണ്ട്. എന്നെ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പം നല്ല കോർപ്പറേറ്റ് ഓഫീസ് പോലെ മനോഹരമായി, ഇതിൻ്റെ CEOയ്ക്ക് ഇരിക്കാൻ റൂം, കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ്, അവരെല്ലാം നല്ല വൃത്തിയുള്ള ഒരു നല്ല കോർപ്പറേറ്റ് ഓഫീസിൻ്റെ പ്രൗഢിയോടെ. അപ്പോൾ രത്തൻ എന്നെ മടിച്ച് എന്നോട് പറഞ്ഞു, മാഡം ഈ പണിയൊക്കെ എടുക്കുമ്പോൾ ഇതുപോലുള്ള സംവിധാനമൊക്കെ വേണം. ഞാൻ പറഞ്ഞു, ആരെതിർക്കുന്നു? ഇത് വേണം. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഒരു കുടിസ് മുറിയിൽ എല്ലാവരും കൂടി തിങ്ങിക്കൂടി ഇരുന്ന് ഇത്രയും കോടികളുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ? ഇതൊക്കെ വേണ്ടി, ഇതൊന്നും ആഡംബരമല്ല രത്ത, അത് ആവശ്യമുള്ളതാണ്. നിങ്ങൾ തീരെ സൗകര്യം ഇല്ലാണ്ടാക്കിയെന്ന് മാത്രമേ എനിക്ക് പേടിയുണ്ടായിരുന്നുള്ളൂ. ഇപ്പം നല്ല മനോഹരമായിട്ട് ആക്കിയിട്ടുണ്ട്. അതിന് 33 തസ്തിക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൃഷ്ടിച്ചു തന്നു. ഇന്ന് SHA ഇവിടുത്തെ ഇൻഷുറൻസ് നടത്തുന്നു. റിലയൻസിൻ്റെ ഉപദ്രവമില്ല, പക്ഷെ എന്നാലും കേന്ദ്രത്തിൻ്റെ ഉപദ്രവമുണ്ട്. അവർ കൃത്യമായി ഹെൽത്തിന് കാശ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇൻഷുറൻസിൻ്റെ ഈ പ്രീമിയം കൃത്യമായിട്ട് അടക്കാൻ കഴിയാത്ത അവസ്ഥ വരും. പക്ഷേ റിലയൻസിൻ്റെ കമ്മീഷൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നു. അപ്പം നമ്മൾ കാണേണ്ടത് കേരളം വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കുന്നത് എന്നാണ്. അപ്പോഴാണ് എല്ലാം ഈ പറയുന്ന റിലയൻസിനെയും അംബാനിയൊക്കെ ഏൽപ്പിക്കാൻ, പെട്രോളിയം അടക്കം ഖനനം, പെട്രോളിയം ഖനനമൊന്നും അത് സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കേണ്ടതല്ല. സ്വകാര്യവൽക്കരണത്തെക്കുറിച്ച് നിങ്ങൾ പറയണം, അതൊരുപാടുണ്ട്. ടെലികോം നാളെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നതാണ്. ഊർജം സ്വകാര്യവൽക്കരിച്ച നാട്ടും പുറത്തെ നാണിയെടുത്തിക്ക് എന്തായിട്ട് കുഴപ്പം? ഊർജ മേഖല സ്വകാര്യവൽക്കരിച്ചാൽ നമ്മൾ അങ്ങോട്ടേലും നാണിയെടുത്തിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാ? ഇല്ലേ? ഊർജ മേഖലയെ 3 തിരിച്ചു. വല്ലവരും അറിഞ്ഞോ? പ്രൊഡക്ഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അല്ലേ?
എന്നിട്ട് ഓരോ സ്വകാര്യ കമ്പനിക്ക് ശൈല ടീച്ചർക്ക് നാണ്യടുത്തിക്കും കുഴപ്പമില്ലേടോ. പിന്നീട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാൽ അതിന്റെ വില നിശ്ചയിക്കുക ഇന്ത്യ ഗവൺമെന്റ് അല്ല, ആരാ? മുതലാളിമാരാണ്. ഡിസ്ട്രിബ്യൂഷന്റെ തുക അവർ നിശ്ചയിക്കും. ഡിസ്ട്രിബ്യൂഷന് പൈസ അധികമാവുന്നതുകൊണ്ട് യൂണിറ്റിന് ഇത്ര എന്ന് അവർ പറയും. ഫലത്തിലെല്ലാം കൂടി അടിഞ്ഞുകൂടി അയ്യോ പൊത്തുമെന്ന് പറഞ്ഞ് വീഴുന്നത് നമ്മളെ തലയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്വകാര്യവൽക്കരണത്തെ എതിർക്കുന്നത്. വെറുതെ പോയിട്ട് ഒരു യൂണിറ്റ് വിളിച്ചിട്ട് ഇന്ത്യ ഗവൺമെന്റ് എല്ലാം സ്വകാര്യവൽക്കരിക്കുന്നു, ഊർജ്ജ മേഖല കംപ്ലീറ്റ് സ്വകാര്യവൽക്കരിച്ചു എന്ന് പറഞ്ഞ് തിരിച്ചു വന്നാൽ കേട്ടിരിക്കുന്നവർക്ക് ഒന്നും തിരിയില്ല, അല്ലേ? എന്തോ സ്വകാര്യവൽക്കരിച്ചു എന്നല്ല ആ സഖാവ് എന്ന് പറഞ്ഞിട്ട് പോയി, നമുക്കൊന്നും തിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരല്ലോ. പഠിച്ച് ഉള്ളിലെടുത്ത് ആ സഖാവിന് മനസ്സിലാവുന്ന വിധത്തിൽ നാളെ നമ്മളെ തലയിൽ ഇത് വരും എന്ന് പഠിപ്പിച്ചു വെക്കണം. എപ്പോഴെങ്കിലും വരുമ്പോൾ നമുക്ക് പറയാമല്ലോ നമ്മൾ അന്നേ പറഞ്ഞിട്ടില്ലേ എന്ന്, അല്ലേ? അത് പറയാൻ നമുക്ക് സാധിക്കണം. വലിയ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ വമ്പിച്ച സ്വകാര്യവൽക്കരണം നടത്തുക. സമയം കുറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. പൂർണ്ണമായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ, പുതിയ എഡ്യൂക്കേഷൻ, ന്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം NEP, അതിൻ്റെ ഭാഗമായി സർവകലാശാലകളിലൊക്കെ നിലനിന്നിരുന്ന അവരുടെ സ്വാശ്രയത്വം ഇല്ലാണ്ടാവുന്നു. കോളേജുകളും ഒക്കെ നിയന്ത്രിക്കാൻ വലിയ കോർപ്പറേറ്റുകൾക്ക് തുടങ്ങാനുള്ള സൗകര്യം കേരളത്തിന് മാത്രമായിട്ട് ചെറുത്ത് നിൽക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ PM ശ്രീ കേട്ടില്ലേ? ഒരുപാട് ശിവൻകുട്ടി മിനിസ്റ്റർ പഴി പറഞ്ഞു എല്ലാവരും കൂടി. ഒടുക്കത്തെ PM ശ്രീ കൊണ്ടുവന്നിട്ടാണ് 10 വോട്ട് ഇടുന്നു പോയതെന്ന്. PM ശ്രീ എന്താണെന്ന് അറിയാത്ത നാട്ടും പറഞ്ഞ് കോൺഗ്രസ്സുകാർ പഠിപ്പിക്കുന്ന നിങ്ങൾ നോക്കണോ? UDF ലീഗും നമ്മളെ സ്ക്വാഡ് വർക്ക് ഉണ്ട്. എന്താ സ്ക്വാഡ് വർക്ക്? മകളാ സ്ക്വാഡ് ഇറങ്ങി. എത്ര ആളുണ്ടായിരുന്നു? 10 ആളുണ്ടായിരുന്നു സ്ക്വാഡിൽ. നമ്മൾ നല്ലോണം വൃത്തിക്ക് വർത്താനെല്ലാം പറഞ്ഞ് വീട്ടിൻ്റെ ഉമ്മറത്ത് നമ്മൾ കയറുമ്പോൾ നമ്മൾ തമ്മിലുള്ള കിസ്സ തീർന്നിട്ടില്ല, നിങ്ങളെ കൊണ്ടല്ല പറയുന്നത് കേട്ടാ. അങ്ങനത്തെ ചില ആളുണ്ടായിരുന്നു എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ഇനി പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ എത്തിപ്പോയി, അല്ലേ? വീട്ടുകാർ ആകെ ഇക്കൂട്ടം എന്തെല്ലോ പറഞ്ഞു വരുന്നേനു. എന്നിട്ട് നമ്മളെ കാണുമ്പോൾ ഇവർ നിർത്തിക്കളഞ്ഞത് ഒരു അസ്വസ്ഥതയായി. എന്നിട്ട് അവിടെ നിന്ന് ഒരാളിങ്ങനെ നരേന്ദ്രമോദിനെ കുറ്റം പറയുന്നു, മറ്റേയാൾ പിണറായി ചെയ്ത നല്ല കാര്യം പറയുന്നു. ഒറ്റയടിക്ക് ഇവരെ വിശ്വസിപ്പിച്ചേന്ന് അടങ്ങൂന്ന് വെച്ചിട്ട് പറഞ്ഞെല്ലാം കൂടി കലബിലയായി. കേട്ട് ഓർക്കൊന്നും തിരിഞ്ഞില്ല. അപ്പോൾ നമ്മളെ സ്ക്വാഡ് വർക്ക് കഴിഞ്ഞ് തിരിച്ചു വന്ന് കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തു. നമ്മളെ സ്ക്വാഡ് എല്ലാ വീടും കയറി പൂർത്തിയാക്കി. തീർന്നില്ലേ? എന്നാൽ ലീഗുകാരനൊരു സ്ക്വാഡ് വർക്ക് അടുത്ത് നിങ്ങൾ യൂട്യൂബ് കണ്ട എന്താ അത്? ഞാൻ കണ്ടുപോയത് കേട്ടോ, അന്തം വിട്ടുപോയി. ഒരു മുസ്ലിം വീട്ടിലാണ്, ഒരു വീട്ടിൽ ആ ലീഗുകാരൻ പോയി ഇരുന്ന സ്ത്രീനെ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ അറിഞ്ഞോ കാര്യങ്ങൾ? 2000 രൂപ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ അവർ പറഞ്ഞു 2000 രൂപ കിട്ടിയിട്ടുണ്ട്, വളരെ പോസിറ്റീവ്. അപ്പോൾ ഇവൻ അടുത്ത വാക്ക്, അല്ല 2000 അല്ലേ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ, എന്താ സാധനത്തിൻ്റെയൊക്കെ ഒരു വിലക്കയറ്റോ, അല്ലേ? ആ വിലക്കയറ്റം അനുസരിച്ച് ഇത് മതിയാ. അപ്പോൾ ഓരോ ആദ്യം പറഞ്ഞു, അല്ല അത് 2000 കിട്ടിയോണ്ട് നല്ല തന്നെയാണ്, അവർക്ക് നമ്മളോട് ഇഷ്ടമുണ്ടേനു. ഇവൻ അവിടെ ഇരുന്ന് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും സകല ദാരിദ്ര്യവും പറഞ്ഞ് അവസാനം അവർ ഞങ്ങൾ വന്നാൽ UDF അല്ലേ പെട്ടെന്ന് 3000 ആക്കും, അല്ലേ? അവസാനം ആദ്യം മൂളാത്ത സ്ത്രീയുടെ ചിത്രം കാണുന്നില്ല, മൂളക്കേ കേൾക്കുന്നുള്ളൂ. മൂളി വന്ന് ഇവൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും അതന്നെ അപ്പാ ശരി, വോട്ട് പോയാ? നമ്മൾ 10 ആളെന്തിനാണോ പോകുന്ന, ഒരാൾ പോയാൽ പോരെ, അല്ലേ? അവിടെ പോയിരുന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിൻ്റെ സ്ത്രീകളൊക്കെ അങ്ങനെയല്ലേ പോയേ? അവർ പോകും പോലെ പോയിട്ട് ഈ സ്വകാര്യവൽക്കരണവും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുകയും എല്ലാം പോകുന്നു, വിദ്യാഭ്യാസം പോകുന്നു. നമുക്ക് ഫീസ് കൊടുത്താൽ പഠിക്കാനുള്ള സ്കൂളെല്ലാം അട്ടിമറിക്കാൻ ഓർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇത് ഈ ഗവൺമെൻറ് പിടിച്ചു നിർത്തുക. നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ മന്ത്രിമാർ, ഇതാ PM ശ്രീ വന്നിട്ട് കണ്ടില്ലേ, നമുക്ക് കിട്ടേണ്ട പൈസ ഇങ്ങോട്ട് തരുന്നില്ല. അത് അപ്പോൾ അവർ പറയും, അപ്പോൾ കേന്ദ്രത്തിൻ്റെ വിദ്യാഭ്യാസവും പെൻഷൻ മുടങ്ങിയർത്തി നമ്മൾ പറഞ്ഞു, പെൻഷൻ മുടങ്ങിയത് കേന്ദ്രം പൈസ തരാഞ്ഞിട്ടാന്ന്. ഒരു ഫ്രാങ്ക് ആയിട്ട് ചോദിച്ചു, അപ്പോൾ കേന്ദ്ര പെൻഷൻ തരുന്നല്ലേ? നമ്മൾ സഖാവ് ആകെ അന്തം വിട്ട് പറയണ്ടേനൊപ്പ എന്ന് തോന്നിയിട്ട് വന്നു കേട്ടോ. അവിടെ പറഞ്ഞു കൊടുക്കണ്ടേ, നമ്മുടെ നികുതി പണം ഈ രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ ഭരണം അനുസരിച്ച്, ഫെഡറൽ സിസ്റ്റം അനുസരിച്ച് ഇവിടെ പിരിച്ച് ഇവിടെ ചെലവഴിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല. ബഹുഭൂരിപക്ഷം നികുതിയും പോകുന്നത് കേന്ദ്രത്തിലേക്കാണ്. പണ്ട് നാട്ടുരാജ്യങ്ങൾ സ്റ്റേറ്റ് ആയപ്പോൾ 56-ൽ ചിലർക്ക് ഇന്ത്യയിൽ ചേരാൻ മടി, എല്ലാവരും ഇന്ത്യയിൽ നിർത്തണ്ടേ, വേറിട്ട് പോകരുത്, അതിൻ്റെ എല്ലാം കൂടി ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഈ കേന്ദ്ര സംസ്ഥാന ബന്ധം ഒരു ഫെഡറൽ സിസ്റ്റമൊക്കെ ഉണ്ടാക്കിയത്. എന്നിട്ട് കേന്ദ്രം പദ്ധതി വിഹിതം തരും ഭരിക്കാൻ, ടാക്സ് ഷെയർ തരും. ടാക്സ് ഷെയർ എത്രയാണ് കിട്ടണ്ട്? 100 അങ്ങോട്ട് പിരിച്ച് 70 ഇങ്ങോട്ട് തരണം, എന്നാലേ റോഡ് ഉണ്ടാക്കാനോ ആസ്പത്രിയിൽ മരുന്നുണ്ടാക്കാനോ ഒക്കെ പറ്റൂ. 100 അങ്ങോട്ട് പിരിച്ചാൽ എത്രയാണ് തരുന്നത്?
ബാലഗോപാൽ ചോദിക്കുന്നത് തന്നെ ഇപ്പം എത്രക്ക് വേണ്ടിയാ? നമ്മൾ ധനകാര്യമന്ത്രി ചോദിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നില്ല? നമ്മളെ നാക്കടത്തിൽ എപ്പം പറയലോ ആ ധനകാര്യമന്ത്രി പൈസ തരുന്നില്ല, കുടുംബശ്രീക്ക് തന്നില്ല, അംഗൻവാടിക്ക് തന്നില്ല, ആശയ്ക്ക് തന്നില്ല എന്നെല്ലാം പറയുമ്പോൾ കുറേ ഒരു പ്രയാസം നമ്മൾ കണ്ട്. 50% തിരിച്ചു തരണം എന്നാണ്. 70% ചോദിച്ചിട്ടില്ല. തരുന്നത് 30% എന്ന് പറഞ്ഞ് ഈ നരേന്ദ്രമോദി അത് 25% എത്തിച്ചിരിക്കുക. അത് കിട്ടിയാൽ എങ്ങനെ ഇടും ആശാ വർക്കർക്ക് കാശ് കൊടുക്കുക? എങ്ങനെ അംഗൻവാടിക്കാർക്ക് വർദ്ധിപ്പിക്കുക? എങ്ങനെ 2000 പെൻഷൻ കൊടുക്കുക പ്രതിമാസം? നല്ല ചക്രശ്വാസ. അതുകൊണ്ട് ഒരു ഭാഗത്ത് 2000 പെൻഷൻ നമ്മൾ തന്നു, എല്ലാ പ്രയാസവും സഹിച്ചിട്ടെന്ന് പറയുമ്പോൾ അവരെ സമരോത്സുകർ കൂടിയാക്കണം. നമ്മൾ ഉത്തരവാദിത്തം അതല്ലേ? ഇതേ നമ്മുടെ പൈസ പിടിച്ചു വെക്കുന്ന ആ നരേന്ദ്രമോദിക്കെതിരായിട്ട് നമുക്ക് എല്ലാവർക്കും പോയി സമരം ചെയ്യണം. ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവേണ്ടൊന്നും ആവില്ല, പക്ഷെ നമ്മൾ പറയില്ല. ഇത് കേട്ടപ്പോൾ അല്ല കേന്ദ്രമൊന്നുമല്ല നമ്മൾ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അപ്പാട് രക്ഷപ്പെട്ടു വിടുന്നു. ഇത് പറഞ്ഞു കൊടുക്കണ്ടേ അവർക്ക് എന്താ ഈ ഭരണം, നികുതി എന്നൊക്കെ? ഇതൊക്കെ പഠിച്ചിട്ട് അവരോട് പറയുക. സംഗതി ലേശം ബുദ്ധിമുട്ടിലേക്കാണ്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ PM ശ്രീ ചേർന്നിട്ടില്ലെങ്കിൽ SSKൻ്റെ കാശ് തരില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ലേശം ഉളുക്കുണ്ടായി. SSKൻ്റെ കാശുണ്ട്. ഒന്നിച്ച് വിഹിതമായിട്ടല്ലെന്ന് നേരത്തെ ഒന്നിച്ച് പദ്ധതി വിഹിതമായി തന്നിരുന്ന കേന്ദ്രം ഇപ്പം സൂത്രം കണ്ടിരിക്കുക. കുറച്ച് പദ്ധതി വിഹിതം, ബാക്കി മിഷൻ. അങ്ങനെയാണ് നാഷണൽ ഹെൽത്ത് മിഷൻ വന്നത്. ആരോഗ്യ മേഖലക്ക് 1% തുക ആകെ അതിൻ്റെ അകത്ത് നക്കാപ്പിച്ച. എന്നിട്ട് മിഷൻ എന്ന് പറഞ്ഞിട്ട് വേറെ മിഷൻ ആവുമ്പം 60% അവർ തരും, 40% നമ്മൾ വെക്കണം. അത് പിന്നെ കുറേ കഴിയുമ്പോൾ എല്ലാം കേന്ദ്രം എടുക്കണം. തൊഴിലുറപ്പ് ഇപ്പം അങ്ങനെയല്ലേ പറയുന്നത്? തൊഴിലുറപ്പ് പുതിയ നിയമങ്ങൾ കണ്ട നിങ്ങളത് മനസ്സിലാക്കിയ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയ എന്തെന്നാടോ പറയുന്നത്? BBG റാംജി അല്ലേ? ഒടുക്കത്തെ പേര്, രാംജി റാവു സ്പീക്കിംഗ് പോലെയൊക്കെയാണ് പറയുന്നത്. BBG റാംജി എന്താ സംഭവം? വികസിത് ഭാരത് ഗ്യാരണ്ടി, അതാണ് BBG. പിന്നെന്താ പറയുന്നത്? റോസ്ഗാർ അജീവിക മിഷൻ ഗ്രാമീൺ. അമ്മോ, ഞാൻ പണ്ട് പരീക്ഷയ്ക്ക് പോലും ഇങ്ങനെ പഠിച്ചിട്ടില്ല, കേട്ടില്ലേ? അതാണ് BBG. എന്താ സംഭവം? തൊഴിലുറപ്പ് പദ്ധതിയെ ആകെ നശിപ്പിക്കുകയാണ്. ഇനി മുതൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ 40% തുക കേരളം വഹിക്കണം എന്നാ. എന്നാൽ ടാക്സ് ഷെയർ അത്ര വർദ്ധിപ്പിക്കണം അല്ലേ? ഇല്ലാണ്ട് നമുക്ക് എവിടുന്ന? അപ്പം ജനങ്ങളോട് പറയേണ്ടത് നമ്മുടെ പൈസ മുഴുവൻ അവിടെ പിടിച്ചു വെച്ചിട്ട് തന്നോണ്ടിരുന്ന പൈസ പിന്നെയും വെട്ടിക്കുറക്കുന്നു എന്നാ. അല്ലാതെ പോയിട്ട് ഇതിൻ്റെ 40% കേരളത്തിന് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നിർത്തുന്നു എന്നല്ല. നമ്മുടെ പൈസ അവിടെ കിടക്കുകയാണ്, അതിൽ 40% കൂടി അക്കൂട്ടിൽ പിടിക്കുകയാണ്. ഇത് പറഞ്ഞ് ഓരോ തൊഴിലുറപ്പ് തൊഴിലാളിയെയും അവരുടെ കുടുംബത്തെയും ഇപ്പം തന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇലക്ഷൻ വരുമ്പോഴേക്കും കൈവിട്ടു പോകും. അസംബ്ലി ഇലക്ഷൻ വരുമ്പോഴേക്ക് ഇറങ്ങിക്കോളി വീടുകളിലേക്ക്. അവിടെ ചെന്നിട്ട് പറഞ്ഞോളി BBG റാംജി എന്ന് പറഞ്ഞിട്ട് എല്ലാ സംസ്ഥാനങ്ങളുടെ തലയിലിട്ടിട്ട് സംസ്ഥാനങ്ങളുടെ പദ്ധതി വിഹിതം അവിടെ പിടിച്ചു വെച്ചിട്ട് ഇത് നടപ്പിലാക്കാൻ കഴിയാതിരിക്കുമ്പോൾ സംസ്ഥാനത്ത് കുറ്റം പറയാൻ പറ്റില്ല. ഇത് ഓരോ തൊഴിലാളിയെയും പഠിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇനി അത്രയധികം നമുക്ക് പറയാം. ഞാൻ അവർ ചെയ്യുന്ന ഓരോ അതിക്രമങ്ങളും പറയണമെന്ന് വെച്ചാൽ അത് ആവശ്യമില്ല. നിങ്ങൾ നേതാക്കന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം തൊഴിലുറപ്പിൻ്റെ അപകടം പറഞ്ഞു കേട്ടില്ല. 125 ദിവസം പണി കൊടുക്കുന്നുണ്ട്, അവർ കയറാൻ തുടങ്ങി കേട്ടാ. നമ്മളിങ്ങനെ ചെരുപ്പിട്ട് ഇറങ്ങുമ്പോഴേക്കും അല്ലേ, ഒരു ചൊല്ലില്ലേ, എന്ത്? സത്യം ചെരുപ്പിട്ട് ഇറങ്ങുമ്പോഴേക്കും നുണ 100 കാതം സഞ്ചരിക്കും. അതല്ലേ പണ്ട് പാർലമെന്റ് ഇലക്ഷനിലൊക്കെ ഉണ്ടായത്? വെറുതെ ആ വടകര തോറ്റുപോയത്. നമ്മൾ സത്യം പറയാൻ വേണ്ടിയിട്ട് ചെരുപ്പിടുമ്പോഴേക്കും നമ്മൾ ഈ പുതിയ മാധ്യമങ്ങളെയൊക്കെ ഒന്ന് റെഡിയാക്കി ക്യാമറയൊക്കെ വാങ്ങി സെറ്റ് ചെയ്യുമ്പോഴേക്കും അക്കൂട്ടർ നുണയും കൊണ്ട് എല്ലായിടും എത്തി ഇല്ലേ? അതുകൊണ്ടല്ല, ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമായിരുന്നു, ഞാനതിലേക്ക് പോകുന്നില്ല. പക്ഷേ അത് അങ്ങനെ സംഭവിക്കരുത്. നമ്മൾ വളരെ വിജിലൻ്റ് ആയിരിക്കണം. നിങ്ങൾ ഇപ്പം തന്നെ വീടുകളിൽ പോകണം. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം അവരോട് സംസാരിക്കണം. 125 ദിവസം പണി കിട്ടുമെന്ന് പറയുന്നത് നുണയാണ്. ഇത്രയും നാൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിൽ മാത്രമാണ് 100 ദിവസം പണി കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. കേരളത്തിൽ മാത്രമാണ് 200 ദിവസം ആദിവാസികൾക്ക് പണി കൊടുത്തിട്ടുള്ളത്. കേരളത്തിൽ മാത്രമാണ് നല്ല കൂലി കൃത്യനിഷ്ഠയോടുകൂടി കൊടുത്തിട്ടുള്ളത്. ഇത് പറയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ കൈവിട്ടു പോകും കൂട്ടരെ. അതുകൊണ്ട് ഇറങ്ങിക്കോളി. അങ്ങനെ തൊഴിലുറപ്പ് പദ്ധതി നശിപ്പിക്കുന്നു. ഇനി ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യാത്തത് SIR ആണ് അല്ലേ? SIR പിണറായി ഏടുന്ന എടുത്തുകൊണ്ടെന്ന സാധനമെന്നല്ലേ പ്രചരിപ്പിച്ച്? മുസ്ലിം വീടുകളിലൊക്കെ പോയിട്ട് ഇതാ പിണറായി. എന്തെന്നോട് പിണറായിക്ക് SIR നടത്താൻ ചരിത്രത്തേർക്ക്
നമ്മൾ പറയണ്ടേ? ഇതോ നോക്ക്, BJP ഗവൺമെന്റ് ആണ് ഇത് കൊണ്ടുവന്നത്, SIR, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, അല്ലേ? എന്താ അതിലൂടെ ആഗ്രഹിക്കുന്നത്? അവർക്ക് ഇഷ്ടമല്ലാത്ത ആളുകളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാനാണ്. ആസാമിൽ 65 ലക്ഷം പേര് എക്സ്ക്ലൂഡഡ്, പുറത്താക്കി. ബീഹാറിൽ ഏകദേശം അതേപോലെ തന്നെ ആളുകളെ പുറത്താക്കി. കേരളത്തിൽ ഇപ്പം 34 ലക്ഷം പേര് പുറത്താന്ന് ലിസ്റ്റ് വന്നിട്ടുണ്ട്. നല്ലോണം ശ്രദ്ധിച്ചോളി. വലിയ ബടായിയൊക്കെ നമ്മൾ പറയും, നമ്മളാണ് വലിയ ഇലക്ഷൻ എഞ്ചിനീയർമാർ, അല്ലേ? എന്നിട്ട് വോട്ട് ചേർക്കുമ്പോഴോ ആ ലീഗുകാർ പോയിട്ട് സകലാ വോട്ടും ചേർത്തില്ലേ? വടകര ഇലക്ഷൻ്റെ സമയത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ഒരു വീട്ടിൽ പോയപ്പോൾ പറഞ്ഞു വോട്ടില്ല നമ്മുടെ സഖാക്കൾക്ക്. ഒരാൾ പാർട്ടിയുടെ വരുന്നൊരു കമ്മിറ്റിയിലുള്ള ആളായിരുന്നു, അയാൾക്ക് വോട്ടില്ല. അത് അവിടെ തീർന്നിട്ടില്ല. ഈ ഇലക്ഷൻ്റെ റിവ്യൂ നടത്തുമ്പം സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ചിലയിടത്ത് ലോക്കൽ കമ്മിറ്റി മെമ്പർക്ക് വോട്ടില്ല. എല്ലാ വോട്ടും ചേർക്കാൻ വേണ്ടി വർക്ക്ഷോപ്പ് നടത്തുന്നതിന് നേതൃത്വം കൊടുത്ത ആളാ. ഇതേ ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ, നിങ്ങളെ വോട്ടില്ല എന്ന് പറഞ്ഞാൽ എന്ത് വർക്ക്ഷോപ്പാടോ നടത്തിയത്? കേട്ടില്ലേ? അപ്പോ ഇറങ്ങിക്കോളൂ. ഇപ്പൊ തന്നെ പോയിട്ട് ഓരോ വീട്ടിലും നമ്മുടെ ആളുകൾക്ക് വോട്ടുണ്ടോന്ന് അതിനെ ഇനി ആ സ്ക്വാഡിൽ സഖാവിനെ എന്നെ ഇട്ടിട്ടില്ല. സഖാവേ, കേട്ടില്ലേ? അത് വേറെ സ്ക്വാഡാണ്. ഹെൽപ്പ് ഡെസ്കിൽ എന്നെ ചേർത്തിട്ടില്ല സഖാവേ. ഒരു ചേർക്കലും വേണ്ട. അതിനെ കൊണ്ടൊന്നും നാളെ ഒരു പുണ്യവും കിട്ടാനില്ല. ഒരു ഹെൽപ്പ് ഡെസ്കിൽ ശൈല ടീച്ചറെ പേരില്ലാത്തതുകൊണ്ട് ശൈല ടീച്ചർ ആ ഭാഗം തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെയാ നമുക്ക് ഒരു വ്യക്തിപരമായിട്ട് ഉത്തരവാദിത്വം ഇല്ലേ? അതുകൊണ്ട് എൻ്റെ പൊന്നു സഖാക്കളെ, നിങ്ങൾ പോയി വോട്ട് ചേർത്തോ എന്നുള്ളത് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുന്ന മേഖലകളിൽ എല്ലാവരും വന്നോ. ഇതിന് ഞാനുണ്ടോയെന്ന് ആദ്യം നോക്കുക, എന്നിട്ട് അങ്ങോട്ടേലുള്ള ആളുണ്ടോ നോക്കുക. കേട്ടില്ലേ? എൻ്റെ വീട്ടിലെല്ലാവരും ആയോ നോക്കുക, എന്നിട്ട് മറ്റുള്ളവരും ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് സമയമേ ഉള്ളൂ. ഹിയറിംഗ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇനി സമയമില്ല. അതും കൂടി മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചേർക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഈ മേഖലയിലുള്ള എല്ലാ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലേബർ കോഡുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നില്ല. അതിപ്പം 10-29 നിയമം എല്ലാം കൂടി ഒന്നായിട്ട് നോക്കുമ്പം 8 മണിക്കൂർ വിനോദവും വിശ്രമവും എല്ലാം പോയി 12 മണിക്കൂർ ജോലിയാകും. ഒരു സുരക്ഷിതത്വവും ഇല്ല. മുതലാളി ആരാൻ തിരിയുന്നില്ല. അപ്പോൾ വീട്ടിൽ പോയിരുന്നിട്ട് ജോലി ചെയ്തോ എന്ന് പറയും. അതിൻ്റെ അർത്ഥം പിന്നെ മുഴുവൻ മണിക്കൂറും ജോലിയായി, വീട്ടിലുള്ള ലിഷറും പോയി, ആളുകൾക്ക് വട്ടുകേസായി. നമ്മുടെ IT മേഖലയിലൊക്കെയുള്ള മക്കളൊക്കെ മാനസിക രോഗികളായി, അല്ലേ? അതിന് കൗൺസിലിംഗ് കൊടുക്കാൻ വേറെ പോകണം. എന്നിട്ട് നമ്മൾ പറയാം ആ പെണ്ണ് ഭയങ്കര അഹങ്കാരിയാണ്, കണ്ടിട്ട് മിണ്ടുന്നില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കമ്പ്യൂട്ടറും വെച്ചിരിക്കുക. നമുക്ക് ദേഷ്യം വന്നു വോട്ട് ചോദിക്കാൻ പോയി നമ്മളിങ്ങനെ ഇറങ്ങിപ്പോകുന്ന ആ പെൺകുട്ടിയാണെങ്കിൽ ഈ കമ്പനി പറഞ്ഞ കാര്യം ഇപ്പോൾ തന്നെ ശരിയായി കൊടുത്തില്ലെങ്കിൽ ആ നിമിഷം ഈ കമ്പ്യൂട്ടറിലൂടെ തന്നെ ഓള് പിരിച്ചുവിടപ്പെടും എന്നുള്ളത് കൊണ്ട് സാഹസികമായിട്ട് ഇരിക്കുന്നതായിരിക്കും. ചിലപ്പോൾ സിനിമ കണ്ടിരിക്കുന്നൊന്നുമല്ല. അതൊന്നും മനസ്സിലാക്കാൻ നമുക്കും പറ്റുന്നില്ല. നമ്മളെ വീട്ടിലൊരു മോൾക്ക് അത് കിട്ടിയാൽ നമ്മൾ പറയും അയ്യോ എൻ്റെ മോൾക്ക് എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ പറയും. ആ കുട്ടികളെല്ലാം കണ്ട് ഇനി അവർക്കെല്ലാം മാനസികാസ്വാസ്ഥ്യമൊന്നും പറയാതെ അവരെ ഒന്ന് ഇടയ്ക്ക് ചില മീറ്റിങ്ങിനൊക്കെ വിളിച്ച് അവർക്കൊരു ലിഷറൊക്കെ കൊടുത്ത് അവരുടെ മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വല്ലതും കഴിയുമെങ്കിൽ അതും കൂടി മഹിളാ അസോസിയേഷൻ ചെയ്യണം അത്തരം മേഖലകളിൽ, അത്തരം കുട്ടികളെയൊക്കെ വിളിച്ചിട്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി ഒരു ആപ്പ് വരാൻ പോകുന്നുണ്ട്, യഥാർത്ഥ ആപ്പ് കേട്ടോ. അതെന്തെന്നാ? സഞ്ചാർ സാഥി. കേട്ടിനെ നിങ്ങൾ? ഇനി നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് എല്ലാം മോദിൻ്റെ ഒരു ആപ്പ് ഉണ്ടാവും, സഞ്ചാർ സാഥി. ഇടതുവശത്തേക്കാണ് തിരിയുന്നത്, വലതുവശത്തേക്കാണ് തിരിയുന്നത്, അല്ലേ? എല്ലാം ആ ഫോണിൽ നമ്മൾ ആരെ വിളിക്കുന്നു, ആരോട് സംസാരിക്കുന്നു, എല്ലാം പിടിച്ചെടുക്കുന്ന മനുഷ്യൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം, പ്രൈവസി നശിപ്പിക്കുന്ന ആപ്പാണ്. കൂടുതൽ നിങ്ങൾ പിന്നെ പഠിച്ചോ സഞ്ചാർ സാഥി ആപ്പിൻ്റെ. അപ്പോൾ ഇങ്ങനെയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഈ കുലുമാലൊക്കെ കഴിഞ്ഞ് കേരളത്തിലേക്ക് വന്നാൽ ഞാൻ ഈ നേതാക്കന്മാരോട് കേരളത്തെക്കുറിച്ച് ഒരുപാട് വിശദീകരിക്കുന്നില്ല. കാരണം പോയി പ്രസംഗിച്ച് ഒരു ബൈക്കായിരിക്കുക ഞങ്ങൾ, അല്ലേ?